എന്തു ഇരുട്ടുകൊണ്ട് ഓട്ടയടിച്ചാലും അത് പരിഹരിക്കാൻ കഴിയില്ല. ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഗ്രന്ഥത്തെ കൊണ്ടുവന്ന് കട്ടും വിട്ടും വായിച്ചിട്ടില്ല. ഒരു ഗ്രന്ഥം മുഴുവനും വായിക്കാൻ കഴിയില്ലല്ലോ. ഇതൊരു ദർസ് നടത്തലല്ലല്ലോ. നിങ്ങൾക്ക് തന്നെ ആ ഗ്രന്ഥം വായിക്കാവുന്നതാണ്. ഈ ഗ്രന്ഥത്തിൽ ഞാൻ പറയുന്ന ഓരോ കാര്യം സത്യമാണ്. എന്താണ് ഈ ഗ്രന്ഥത്തിന് നിങ്ങൾ നൽകിയ ആ വാക്കിന് ഞാൻ എന്ത് അർത്ഥമാണ് ഇനി മാറ്റി പറയുക? എന്താണ് പറയാനാവുക? ഇതിന്റെ 45-ാമത്തെ പേജ് ഞാൻ വായിച്ചു. പുതിയ ഒരു പാരഗ്രാഫ് ആരംഭിക്കുകയാണ്. ഷെയ്ഖിന്റെ പ്രബോധനത്തിന്റെ ചിന്താധാര സമൂഹത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയാണ്. അവിടെ പറയുന്ന വാക്ക് നിങ്ങൾ കേൾക്ക്. സുമ്മ അമറ ശൈഖു ബിൽ ജിഹാദി ഐ ബിൽ ഖിതാൽ. ജിഹാദ് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് സായുധ വിപ്ലവമാണ്. വിപ്ലവം എന്നല്ല, കൊല തന്നെ, ആക്രമണം തന്നെ. തന്റെ പട്ടാളക്കാരോടും തന്റെ ജനത്തോടും യുദ്ധത്തിനൊരുങ്ങാൻ, ആക്രമണത്തിനൊരുങ്ങാൻ ഷെയ്ഖ് കൽപ്പിച്ചു. ആരോടാണ് നിങ്ങൾ, ആരെയാണ് കൊല്ലേണ്ടത്? ഇവിടെ ജിഹാദി എന്ന വാക്കിന് എന്റെ വകയല്ല ഞാൻ ഈ കിതാബിൽ അർത്ഥം വെച്ചത്. പിന്നെയോ അതിന് ടിപ്പണി കൊടുത്ത നിങ്ങളുടെ തന്നെ ശൈഖന്മാർ കൊടുത്തിട്ടുള്ളത് ഇംതിസാലൻ ലിഖൗലിഹി തആല വഖാതിലൂഹും. അവരെ നിങ്ങളോട് നിങ്ങൾ വാളെടുത്ത് യുദ്ധം ചെയ്യണം, അഥവാ അവരെ കൊല്ലണം എന്ന് തന്നെയാണ്. യുദ്ധം ചെയ്യണം, കൊല്ലാൻ ശ്രമിക്കണം എന്നു തന്നെയാണ്. ആരോടാണ് ഇങ്ങനെ ചെയ്യേണ്ടത്? ലിമൻ ആദ അഹ്ല തൗഹീദ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തൗഹീദ് അതാണല്ലോ നിങ്ങളുടെ തൗഹീദ്. ചരിത്രത്തിൽ ആർക്കും ഇല്ലാത്ത ഒരു തൗഹീദ് ഇബ്നു തൈമിയയും പിന്നെ അതിനെ ഒന്നുകൂടി വെളിപ്പിക്കുകയും അതിൽ ചില കൂട്ടിച്ചേർക്കലുകളും ഒക്കെ നടത്തി അത് വളരെ പ്രകടമാക്കിയ നിങ്ങളുടെ തൗഹീദ്, മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് കൊണ്ടുവന്ന തൗഹീദ്. ആ തൗഹീദിനോട് ആര് ശത്രുത കാണിച്ചോ അവരെ കൊല്ലുക. വസബ്ബഹു, ആരെങ്കിലും ഈ ശൈഖിനെയോ അല്ലെങ്കിൽ തൗഹീദിനെയോ, സബ്ബ അഹ്ലഹു, ശൈഖിനെയോ അതേപോലെ തൗഹീദിന്റെ അഹ്ലുകാരെയോ ആരെങ്കിലും ആക്ഷേപിച്ചോ അവരെ കൊല്ലുക, അവരോട് യുദ്ധം ചെയ്യുക, അവരെ കൊല്ലുക. അതിന് അമറ ശൈഖു മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് കൽപ്പിച്ചു. അഷേഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് എന്ന അധ്യായത്തിലാണ് ഈ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുള്ളത്. ഈ ഗ്രന്ഥം മുഴുവനും ഇങ്ങനെയുള്ള കൊലകളാണ്. അതിനൊരു ന്യായം പറയാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു രാജ്യം ഒരു രാജ്യത്തോട് ആക്രമിച്ചപ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ യുദ്ധം അല്ല ഞാൻ ഈ പറയുന്നത്. അത് വേറെ ഉണ്ടാവും, അതുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് നിങ്ങൾ ചിന്തിക്കണം. അല്ലാഹും തന്റെ ആളുകളെ പ്രേരിപ്പിച്ചു അലൈഹി, മറ്റുള്ളവരെ കൊല്ലാൻ. ഫംതസലു, അപ്പോൾ ജനങ്ങൾ വഴിപ്പെട്ടു. ഫഅവ്വലു ജയ്ശിൻ വദാ സബ്ഉ റകായിബ, ആദ്യമായി കൊല്ലാൻ ഒരുങ്ങിപ്പോയത് 7 ഒട്ടകങ്ങളുള്ള ഒരു സംഘമാണ്. ഫലമ്മ റകബൂഹ, അവര് ആ ഒട്ടകപ്പുറത്ത് കയറിയപ്പോൾ, ഫലമ്മ റകിബൂഹ, അവർ ആ ഒട്ടകപ്പുറത്ത് കയറിയപ്പോൾ വഅജലത് ബിഹിമുൻ നജായിബു, മുന്തിയ ഒട്ടകക്കൂട്ടങ്ങൾ അവരെയും കൊണ്ട് ഓടുകയും ചെയ്തപ്പോൾ, ഫീ സൈരിഹ, ധൃതിയിൽ ഓടിയപ്പോൾ, സഖതു അൻ അക്വാരിഹ, ഒട്ടകക്കട്ടിലുകളിൽ നിന്ന് അതിന്റെ പുറത്തിരുന്ന ആളുകൾ വീണു. ലിഅന്നഹും ലം യഅ്തദു റുകുബഹ, എന്തുകൊണ്ട്? ഇങ്ങനെ ഒട്ടകപ്പുറത്തേറി യുദ്ധത്തിന് പോകുന്ന, കൊല്ലാൻ പോകുന്ന പണിയൊന്നും അവർക്ക് പരിചയമില്ല. ഫഅഗാറു, അങ്ങനെ ഒരു സമൂഹത്തിന്റെ മേൽ അവർ ചാടി വീണു. അദുന്നുഹു അലാ ബഅദിൽ അറാബ്, ഒരു സംഘം നാട്ടു അറബികൾ, ബദവികൾ, അറാബികൾ, അവരുടെ മേലാണെന്നാണ് എന്റെ ധാരണ. ചരിത്രകാരൻ പറയുന്നു. അങ്ങനെ അവരെ ആക്രമിക്കുകയും അവരെ കൊള്ളയടിക്കുകയും ആ ഗനീമത്തും കൊണ്ട് ഇവർ തിരിച്ചു വരികയും ചെയ്തു. ഈ അധ്യായത്തിന്റെ ഗ്രന്ഥത്തിന്റെ 45, 46. ഇനി എന്താണ് ഞാൻ ഇതിന് അർത്ഥം പറയേണ്ടത്? ഇതല്ലാതെ
ഇതിന് അല്ല എന്താ ഇപ്പൊ പറയാ? സുമ്മ അമറ ശൈഖു ബിൽ ജിഹാദി, കൊല്ലാൻ ശൈഖ് കൽപ്പിച്ചു എന്ന് പറയുമ്പോൾ കൽപ്പിച്ചിട്ടില്ല എന്നാണോ അർത്ഥം പറയേണ്ടത്? എന്താ എങ്ങനെ അർത്ഥം ഞാൻ അവിടെ പറയാ? പിന്നെ ഇവര് അവരെല്ലാവരും യുദ്ധത്തിന് ചാടി വീണു, ആക്രമിച്ചു എന്ന് പറയുമ്പോൾ ആക്രമിച്ചിട്ടില്ല അങ്ങനെയാണോ പറയേണ്ടത്? ഇപ്പൊ മുനിമ അവർക്ക് ഗനീമത്ത് കിട്ടി എന്ന് പറയുമ്പോൾ അവർക്ക് ഗനീമത്ത് കിട്ടിയില്ല, അവർ കഞ്ഞി പോലും കുടിക്കാതെ മടങ്ങിപ്പോന്നു എന്നാണോ പറയേണ്ടത്? എന്താ പറയേണ്ടത്? നിങ്ങൾ എന്താ ഇത് ആലോചിക്കാത്തത്? ആരോടെങ്കിലും എതിർത്താ പോലല്ലോ, നിങ്ങളെ ഗ്രന്ഥത്തിൽ നിങ്ങൾ എഴുതി വെച്ച എന്താ ഇതിനൊക്കെ പറയുന്നത്? ക്രൂരത കൊണ്ടല്ലാതെ വഹാബിസം ഉണ്ടാക്കിയിട്ടില്ല എന്ന് മാത്രമാണെങ്കിൽ ഞാൻ ഒരു മാസം നിങ്ങളെ ക്രൂരതകൾ പറഞ്ഞുതരാം. പക്ഷെ ഒരു കോമൺ സൊസൈറ്റിയുടെ നടുവിൽ ഇത് അങ്ങനെ കൂടുതൽ പറയുന്നതിന് ഖൈറില്ലല്ലോ. നിങ്ങൾ അതിന് വാശി പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ ലോകത്ത് കൊന്ന ആളുകളുടെ ചരിത്രം, നിങ്ങൾ നടത്തിയ കൊലപാതകങ്ങൾ, കൊള്ളയടി, ക്രൂരത, ചതി, വഞ്ചന, അതിന്റെ ലിസ്റ്റ് അങ്ങോട്ട് വായിച്ചാൽ കുടുങ്ങും. അതൊന്നും നല്ലതല്ലല്ലോ. ഈ റഹ്മത്തില്ലാത്ത ഈ മനുഷ്യനെ ഇയാൾ എന്ത് ഇമാമാണ്? ഒരു ജനത്തിനെ കൊല്ലാൻ വേണ്ടി പറഞ്ഞാൽ ഇമാമിനെ പോയിട്ട് അയാൾ മൗമുമാക്കാൻ പറ്റുമോ? ഇയാളാണ് അത്ര ഇമാമ്. ഇയാൾ മൗമുമായ ബേക്കിന് വെട്ടൂല. ഇയാള് മൗമുമായ നമുക്ക് ധൈര്യം ഉണ്ടോ ഇയാളെ മുന്നിൽ ഇമാമാകാൻ? ഇയാളാണ് ഇമാമ്. കാര്യം പഠിക്കാതെ ആരെങ്കിലും ഇയാളെ ഇമാമാക്കിയാൽ, അല്ലെങ്കിൽ വേറെ ചില ആളുകൾ കാര്യം മനസ്സിലാക്കാതെ, ചില ആളുകൾ മുമ്പേ ഗമിക്കുന്ന ഗോവുടന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം പറഞ്ഞതങ്ങനെ പാടി ചില ആളുകൾ. പിന്നെ ഇപ്പോൾ ഒരു നൂറ്റാണ്ടായി അവരെ കയ്യിലാണല്ലോ പണം. അതുകൊണ്ട് പിന്നെ അവര് ആരാണെങ്കിലും അങ്ങനെയാണല്ലോ പിന്നെ കണക്ക്. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ പറയാൻ തന്നെയാണ്. എന്താണ് ഇനി ഇതിന് പറയാ? കർബലയുടെ ആക്രമണത്തിന്റെ കാര്യത്തിൽ അതുകൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. കർബലയുടെ ആക്രമണം ഒരു ഉദാഹരണം. നിങ്ങൾക്ക് ഒന്ന ലിസ്റ്റ് വേറെ ഉണ്ട്, നിങ്ങൾ തുള്ളിക്കളിക്കല്ലേ പറയുക. നിങ്ങൾ ലോകം കണ്ട വലിയ വലിയ ആലിമീങ്ങളെ കഴുത്തറിത്ത് കൊന്ന ചരിത്രം ഞാൻ പറയാം. നിങ്ങൾ ലോകം കണ്ട വലിയ വലിയ ആലിമീങ്ങളെ കഴുത്തറുത്ത് കൊന്ന ചരിത്രം, സുന്നി ആലിമീങ്ങളെ കഴുത്തറുത്ത് കൊന്ന ചരിത്രം ഞാൻ എണ്ണി എണ്ണി പറയും. നിങ്ങൾ ഇളകരുത്. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, നിങ്ങൾ ബേജാറാണ് എന്തിന്? കർബലയുടെ സംഭവം ഏതോ നാട്ടുരാജ്യം ഒരു രാജ്യത്തോട് യുദ്ധം ചെയ്തപ്പോൾ സ്വാഭാവികമായി അക്രമത്തിൽ കുറച്ച് ആളുകൾ മരിച്ചുപോയി. അത് യുദ്ധത്തിൽ മരിച്ചതാണ്. അതൊക്കെ എങ്ങനെ ഈ കാസിമി വായിക്കുന്നു? എന്താ ഈ പറയുന്നത്? കർബലയിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖബറയിലേക്ക് വെളുപ്പാൻ കാലത്ത് കേറിയിട്ട് എന്ത് ചെയ്തു? കേറിയിട്ട് നിങ്ങൾ തന്നെ പറയും. ഈ ഗ്രന്ഥത്തിന്റെ 250 കർബല ആക്രമണത്തെ പറ്റി നിങ്ങൾ തന്നെ പറയുന്നു. ഹിജ്റ 1216 കർബല ആക്രമണത്തെ കുറിച്ച് നിങ്ങൾ പറയും. എന്ത് ചെയ്തു? ഗേറ്റൊക്കെ അടച്ച് എല്ലാവരും ഉറങ്ങ. നാട്ടുകാര്, പരിസരവാസികള്, ചന്തക്കാര് എല്ലാം മക്ബറയൊക്കെ ആവുമ്പോ പരിസരത്ത് പലതും ഉണ്ടാവുമല്ലോ. ചന്തക്കാരെല്ലാം കെട്ടിപ്പൂട്ടി ഉറങ്ങുക. നേരമ്പോൾ കാലത്ത് നിങ്ങളെ ആളുകൾ, നിങ്ങളെ പട്ടാളം, വഹാബി പട്ടാളം കേറി. ആരാ കേറിയത്? സഊദ്. ആരുടെ മകൻ? അബ്ദുൽ അസീസിന്റെ മകൻ. ആരാണ് അന്ന് മതകാര്യ ഡയറക്ടർ? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന ഈ ഇമാം എന്ന് പറയുന്ന, നിങ്ങൾ പറയുന്ന ഈ ക്രൂരന്റെ മകൻ. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ മകനാണ് മതകാര്യ ഡയറക്ടർ. അയാളെ കൽപ്പന പ്രകാരമായി ചെയ്യണത്. ആരാ ചെയ്ത? സഊദ്. സഊദ് ആരാ? അബ്ദുൽ അസീസിന്റെ മകൻ. അബ്ദുൽ അസീസ് ആരാ? വലിയ സഊദിന്റെ മകൻ. അയാളാരാ? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബുമായി സന്ധിയ കരാറൊപ്പിടുകയും ഖിയാമത്ത് നാൾ വരെ ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ ദീൻ നടത്താം എന്ന് പറഞ്ഞ് തീരുമാനിക്കുകയും, അതൊന്നും ഇനി വായിക്കണ്ടല്ലോ, പയനൊന്നും എടുത്ത് വായിച്ചാൽ മതിയല്ലോ. ചിന്തിക്കണം.
അബ്ദുൽ അസീസ് ആരാ? അബ്ദുൽ അസീസ് മരുമോൻ ആരുടെ? സ്വന്തം മകളെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് കെട്ടിച്ചു കൊടുത്തു. അബ്ദുൽ അസീസ്, ആ അബ്ദുൽ അസീസിന്റെ മകനാണ് സൗദ് രാജാവ്. അമ്മാവൻ മതകാര്യ ഷെയ്ഖ്, അമ്മാവൻ മതകാര്യ ഷെയ്ഖ്, അമ്മാവൻ മതകാര്യ ഷെയ്ഖ്. മകളുടെ മകൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ മകളുടെ മകനാണ് ആര്? സൗദ്. അക്കാലത്ത് മതകാര്യ ഡയറക്ടറും ഷെയ്ഖും ആരാണ്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ സാക്ഷാൽ മകൻ, അഥവാ അമ്മാവനും മരുമകനും. മരുമകൻ രാജാവ്, അമ്മാവൻ ഷെയ്ഖ്. ഇവരെല്ലാരും കൂടി എന്ത് ചെയ്ത്? ഇവരുടെ തീരുമാനപ്രകാരം കൊള്ളയടിക്കാൻ പോയി രാജാവന്നെ. എങ്ങോട്ട്? കിർബലയിലേക്ക്. നേരം വെളുക്കാങ്ങലത്തിൽ കയറി. നേരം വെളുക്കാങ്ങലത്ത് കയറിയാൽ അങ്ങനെ തന്നെയല്ലേ? എന്നിട്ട് എന്തുണ്ടായി? അതിന്റെ ഉള്ളിലേക്കൊക്കെ ഇവര് ഗേറ്റൊക്കെ മതിലൊക്കെ ചാടിക്കടന്ന് പ്രവേശിച്ചു. വളരെ അതിൻ്റെ ഉള്ളിലേക്ക് പല നിലക്കും നിങ്ങൾ വളരെ ഗൗരവമായി അതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു. ആ കോട്ടയിലേക്ക്, ആ ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ആ കെട്ടിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ വളരെ ആരവാരത്തോടെയും അനുമതിയില്ലാതെയും ചാടിക്കടന്നും വളരെ ആവേശത്തിലും നിങ്ങൾ പ്രവേശിച്ചു. എന്നിട്ടോ എന്നിട്ട് കൊന്നു. വഹാബി പട്ടാളം കൊന്നു. യുദ്ധം ചെയ്തു എന്നല്ല, ഇങ്ങോട്ട് അടിക്കാൻ ഒരു കൂട്ടരുണ്ടായാലല്ലേ യുദ്ധം ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. ഖതലു, കൊന്നു. ആര് കൊന്നു? ഈ വഹാബി പട്ടാളം കൊന്നു. ഗാലിബ അഹ്ലിഹാ, കർബല നാട്ടിലെ മിക്കവാറും ആളുകളെ. ഫിൽ ബുയൂത്തി, വീടുകളിലിട്ടും. വൽ അസ്വാഖി, ചന്തകളിലിട്ടും. ഞാൻ ഈ വരി അവിടെ അങ്ങനെ വായിച്ചിട്ട് ഈ പുസ്തകം ഒന്നിങ്ങനെ വെച്ചൊന്ന് ചിന്തിച്ചു നോക്കി. ഞാൻ ആ രംഗൊന്നിങ്ങനെ ചിന്തിച്ചു നോക്കൂ. എന്ത്? ഉമ്മയുടെ മാർവിടത്തിലേക്ക് ചേർന്ന് കിടക്കുന്ന മക്കള്, പിഞ്ചു പൈതങ്ങൾ, ഭർത്താക്കന്മാര്, ഭാര്യമാര്, തെരുവിൽ കച്ചവടം കഴിഞ്ഞ് കിടക്കുന്ന ആളുകള്, ഇവരിലേക്ക് കയറുന്നത്. ഖതലു, കൊന്നു. നിങ്ങൾ എഴുതിയതാണ് മനുഷ്യ ഇത്. വഹാബി പട്ടാളം കൊന്നു. ആരാണ് കൊന്നത്? അബ്ദുൽ അസീസിന്റെ മകൻ സൗദ്. അയാൾ ആരാ? അയാൾ മകളുടെ മകൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ മതകാര്യ ഷെയ്ഖാര, മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ സ്വന്തം മകൻ. അന്ന് ഷെയ്ഖ് മരിച്ചിട്ടുണ്ട്. ഷെയ്ഖിനെ അങ്ങനെ ഉണക്കി പാത്തേക്കാൻ പറ്റില്ലല്ലോ ഖിയാമത്ത് നാൾ വരെ. അയാൾക്ക് മരിക്കണ്ടേ? ചിന്തിക്ക്. ഇന്നിപ്പോ നമ്മൾ സമസ്തയെ പറ്റിയൊരു കാര്യം പറയുമ്പോ അപ്പയത്തിന് വരക്കൽ മുല്ലക്കത്ത് ഞങ്ങൾ മരിച്ചിട്ടുണ്ടല്ലോ, അതെന്ത് വർത്താനാണ്? ഇന്നുള്ളവരും ഈ സിദ്ധാന്തത്തിന്റെ കാര്യങ്ങൾക്ക് ഉത്തരവാദിയല്ലേ? എന്നതുപോലെ കർബല നാട്ടിലുള്ള ഭൂരിഭാഗം ആളുകളെയും കൊന്നു. എവിടെ വെച്ച് കൊന്നു? ഫിൽ അസ്വാഖി, ചന്തകളിലിട്ടും. വൽ ബുയൂട്ടി, വീടുകളിലിട്ടും കൊന്നു. ഒന്ന് ആലോചിച്ചോ. കാരണം ആ മനുഷ്യന്മാരൊക്കെ അവസ്ഥ എന്താ? അവര് ഷിയാക്കളായിക്കോട്ടടോ. ഷിയാക്കളായാലും മനുഷ്യന്മാരല്ലേ? ഏത് ജാതി ആയാലെന്ത്, ഏത് വിഭാഗമായാലെന്ത്, മനുഷ്യരല്ലേ, സാധുക്കളല്ലേ? നിങ്ങൾ ഖുർആനും സുന്നത്തും അനുസരിച്ചാണല്ലോ ജീവിക്കും എന്നല്ലേ പിന്നെ നിങ്ങൾ ഈ നാട്ടിലൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ട് ഞങ്ങൾ ആളുകളൊക്കെ പിടിച്ചെടുത്ത് വഹാബിയാക്കിയത്? ഇതിന് ഖുർആനിൽ നിന്നൊരു ഉദ്ധരണി പറയും, ഇതിന് ഹദീസിൽ നിന്ന് തെളിവ് പറയും. ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യരെ വെട്ടിക്കൊല്ലാൻ അവർ ശത്രുവാണെങ്കിലും ഖുർആന്റെ തെളിവ് പറ. നിരപരാധികളായ സിവിലിയന്മാരെ കൊല്ലാൻ ഖുർആനിൽ നിന്ന് തെളിവ് പറയാ വഹാബി. നിരപരാധികളെ കൊല്ലാൻ എന്ത് തെളിവ്?
നിങ്ങൾ ഖുർആൻ ഓതും എന്നേ ഉള്ളൂ, പക്ഷേ അതവരുടെ തൊണ്ടം കഴി വിട്ട് കിടക്കൂല എന്ന് പറഞ്ഞത് നിങ്ങളാണ്. എന്റെ ഖുർആൻ തൊണ്ടക്കുഴിക്ക് താഴെയുള്ള ഒരാൾക്ക് ഇത് ചെയ്യാൻ കഴിയുകയില്ല. നിങ്ങളെ പറ്റി ആലോചിക്കുക. തൊണ്ടക്കുഴിക്ക് താഴെ ഖുർആൻ ഇറങ്ങിയ ഒരാൾ ഒരു പ്രാണിയെ, നിരപരാധിയായ പ്രാണിയെ കൊല്ലു. ഒരു കാരണമില്ലാതെ എന്താ ചെയ്യണത്? നിങ്ങളൊരു മരം മുറിക്കരുത്. ഒരു മരം മുറിക്കുമ്പോൾ നിങ്ങളെ വാളുകൊണ്ടൊരു മരത്തെ വെട്ടരുത് എന്നൊക്കെ കൽപ്പിച്ചിട്ടില്ലേ ഖുലഫാക്കൾ? അന്യനാടുകളിൽ യുദ്ധം നടക്കുന്ന വേളയിൽ പോലും അവിടുത്തെ മരം വെട്ടി മുറിക്കരുത്. ശിർക്കിന്റെ മണ്ഡപങ്ങളിൽ ശിർക്കിന്റെ പ്രാർത്ഥന നടക്കുന്ന നേരത്താണെങ്കിൽ പോലും അവിടെയുള്ള ആരാധനാലയങ്ങളുടെ ജനങ്ങളുടെ നേർക്ക് വാൾ ഉയർത്തരുത്. ഖുർആൻ പറഞ്ഞിട്ടില്ലേ? ഹദീസ് പറഞ്ഞിട്ടില്ലേ? ഖുലഫാക്കൾ ഓർമ്മപ്പെടുത്തിയിട്ടില്ലേ? ഇതെന്താ ചിന്തിക്കാത്തത്? ഇതിനെന്ത് ന്യായമുള്ളത്? നിരപരാധികളായ പാവപ്പെട്ട മനുഷ്യരെ കൊല്ലാൻ എന്ത് ന്യായം? ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും എന്ത് ന്യായം പറയാൻ കഴിയും? ഇതൊക്കെ ഇവിടെ ഇംഗ്ലീഷിലേക്കും മറ്റു നാടുകളിലെ ഭാഷകളിലേക്കും തർജ്ജമ ചെയ്തിട്ടില്ലേ? ഇതൊക്കെ വായിക്കുന്ന കോമൺ സൊസൈറ്റിയുടെ മുന്നിൽ ഇസ്ലാമിന്റെ മുഖം നിങ്ങൾ വികൃതമാക്കിയില്ലേ? നമ്മളെ നാട്ടിൽ പോലും ഇത് ചിന്തിക്കാൻ കാരണം നിങ്ങളല്ലേ? കണ്ടവരെ മുഴുവനും വാളെടുക്കുന്നതാണോ ഖുർആൻ? അതാണോ ഇസ്ലാം? ഇസ്ലാം കരുണയല്ലേ? ഇസ്ലാം മനുഷ്യത്വമല്ലേ? ഇസ്ലാം നീതിയല്ലേ? ഇതിൽ എന്താണ് വഹാബി ഈ ചെയ്തതിൽ നീതി? അത് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് എന്ന പടച്ചു പോയ ക്രൂരനായ മനുഷ്യനല്ലാതെ അതിന് കഴിയുകയില്ല. അയാൾ രണ്ടാമത്തെ ഖവാരിജിന്റെ ഉദ്ഘാടകനാണ്. അയാൾ പിഴച്ചവൻ തന്നെ. നിനക്ക് നെഞ്ചിൽ കൈവച്ച് ചിന്തിക്ക്. എന്നിട്ട് ഇന്ന് രാത്രി റബ്ബിനോട് മുനാജാത്ത് ചെയ്യ്. പേച്ചിട്ടില്ലേ എനിക്ക്? എന്ത് ന്യായടോ ഇത്? ഇതിലെന്ത് നീതിയാണ്? ഇതിലെന്ത് ന്യായമാണ്? അതിനുവേണ്ടി നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന രണ്ട് കലിമത്ത് കൂട്ടിക്കെട്ടി പതാകയിൽ എഴുതിയില്ലേ നാട്ടുകാരെ കൊല്ലാന്? ആ രണ്ട് കലിമയെയും നിങ്ങൾ നാട്ടുകാരെ മുന്നിൽ മോശാക്കിയില്ലേ? അതിനാണോ ആ കലിമ ഇറങ്ങിയത്? അതാണോ ആ കലിമയുടെ അന്തരാർത്ഥം? ഇസ്ലാമിൽ യുദ്ധമുണ്ടായിട്ടില്ലേ? ഉണ്ട്. അതിന്റെ സാഹചര്യം എന്താണ്? ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത അനിവാര്യതയുടെ അവസാനം മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വാക്ക് വരെ വെട്ടിയിലെ മുഹമ്മദ് മുസ്തഫ വെട്ടിച്ചു. എന്തിന്? ഒരു യുദ്ധം ഒഴിവാക്കാൻ ചെയ്തില്ലേ? തന്റെ കഴുത്തിലേക്ക് കുടൽമാല എറിഞ്ഞ മനുഷ്യരെ മുന്നിൽ കിട്ടിയപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെയല്ലേ തിരിച്ചടിക്കേണ്ടത്? എന്താ പറഞ്ഞ് അവരിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വ്യക്തമായി ദ്രോഹിച്ച ജനതയും ദ്രോഹിച്ചവരും കൂട്ടുനിന്നവരും അവരല്ലേ മക്കക്കാരെ. എന്റെ അവരെ മുന്നിൽ കിട്ടിയപ്പോ പറഞ്ഞത് ഇദ്ഹബൂ വഅൻതും തുലഖാ, നിങ്ങൾ വിമോചിത ജനതയാണ്. ലാ തസ്രീബ അലൈക്കുമുൽ യൗമ, പ്രത്യാക്രമണമില്ല, പ്രതികാരവും ഇല്ല. ഇത് പ്രതികാരമല്ല. ദീനെന്നാൽ പ്രതികാരമല്ല. വഹാബികളെ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പ്രഭാഷണ നൈരന്തര്യം അവസാനിക്കുന്നതിന് മുമ്പ് ഓരോ വഹാബിയുടെയും ആത്മാവ് അവനോട് പറയും പേച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളോട് മത്സരിക്കുകയല്ല.
ഞാൻ നിങ്ങളെ നീ ഓർമ്മപ്പെടുത്തി തരാണ്. പിഴച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഇടയിലുള്ള കേവലമുള്ള ചില സംഘടനാ വൈരം പോലെ അല്ല ഈ പ്രശ്നം. ഇത് പ്രശ്നം ഗൗരവമാണ്. ഇത് കുനൂത്തിന്റെ പ്രശ്നമല്ല, ഇത് കൂട്ടുപ്രാർത്ഥനയുടെ പ്രശ്നമല്ല. അങ്ങനെ വിചാരിക്കേണ്ട. അതൊക്കെ വലിയതല്ല ആണ്. പക്ഷേ ഇത് കുനൂത്ത് കൂട്ടുപ്രാർത്ഥനയുടെ വിഷയം അല്ല. ഇത് എന്തുകൊണ്ട് അങ്ങക്ക് അതിന് കഴിയണം? ഞാൻ അതിനൊരു കാരണം പറയാം. എന്തായാലും കഴിയാൻ കാരണം, ഒരു ജനത്തിനെ അങ്ങോട്ട് കയറുക, വെളുപ്പാൻ കാലത്ത് കയറുക, വെട്ട കൊല്ലുക, എന്നിട്ട് അവിടെ നിന്ന് എടുത്ത പണത്തിന് കണക്കില്ല, കൊള്ളയടിച്ചതിന് കണക്കില്ല. കർബലയിലെ ജനങ്ങളെ കൊന്നിട്ട് ഞങ്ങൾ കൊള്ളയടിച്ചതിന് കണക്കില്ല. ഉളുപ്പില്ലാതെ വഹാബികൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്ര എത്ര പാവപ്പെട്ട നിരപരാധികളെ കൊന്നിട്ട് അവരെ ചോരയിൽ നിന്ന് ആഭരണങ്ങളും മറ്റും വലിച്ചെടുത്ത് അത് പറിച്ചെടുത്ത് നിങ്ങൾ ഓഹരി ചെയ്തു എന്നും നിങ്ങളെ സമ്പത്തുണ്ടാക്കി, നിങ്ങളെ രാജ്യം സമ്പന്നമായി എന്നും ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. വഹാബി തലവന്മാര്, വലിയ തലവന്മാര് നിങ്ങളെ ചതിച്ചു. ഇത് ദീനല്ല, ഇത് ദീനല്ല. ക്രൂരത എങ്ങനെയാ ദീനാവുക? നിങ്ങൾ നെഞ്ചിൽ കൈവച്ച് ചിന്തിക്കണം. ക്രൂരതയാണ്. ഇനി നിങ്ങൾക്ക് ഇനി കഴിയാനൊരു കാരണം ഉണ്ടാവും. എന്താ കാരണം? ഇതിനെല്ലാം ഒരു കാരണമുണ്ട്. എന്താ കാരണം? കാരണം മറ്റൊന്നുമല്ല, ഞാൻ മറ്റൊരു അധ്യായത്തിൽ ഇത് വിശദീകരിക്കും. കാരണം മറ്റൊന്നുമല്ല. എന്താ കാരണം? കാരണം എന്താണ്? കാരണം പറയാൻ നിങ്ങൾ ഒരു ചില സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്ത്? നിങ്ങളല്ലാത്തവർ മുസ്ലിങ്ങളല്ല. നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളല്ലാത്തവർ മുസ്ലിങ്ങളല്ല. ഞങ്ങൾ പറയുന്നു നിങ്ങൾ മുസ്ലിങ്ങളാണ്. നിങ്ങൾ പറയുന്നു ഞങ്ങൾ മുസ്ലിങ്ങളല്ല. ഞങ്ങൾ മാത്രമല്ല, ലോകത്ത് നിങ്ങളല്ലാത്ത ഒരാളും മുസ്ലിമല്ല. നിങ്ങളുടെ തൗഹീദ് അനുസരിച്ച് ഒരാൾ വിശ്വസിച്ചിട്ടില്ലേ, അയാൾ മുസ്ലിമല്ല. എന്ന ഒരു ഗ്രന്ഥമുണ്ട്, 16 വാള്യം. അതിന്റെ 1-ാം വാള്യത്തിൽ ഇവർ കൊല്ലാനും യുദ്ധം ചെയ്യാനും ന്യായം പറയുന്നുണ്ട്. നീ ഇല്ല എന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച അത് കാണിക്കും. എന്തുകൊണ്ട്? കിതാബ് 16 എന്റെ കയ്യിൽ കിട്ടിയിട്ട് കാലം കുറേ. 16 വാള്യവും എന്റെ കയ്യിൽ എടുക്കാത്ത ബീരങ്കി അനവധി ഉണ്ട്. ഞാൻ ഏതോ തുർക്കി ബുക്ക് വായിച്ച് പറയാണ്. മുമ്പാരോ പറഞ്ഞു ഇയാൾ തുർക്കി ബുക്ക് വായിച്ച് പറയാണ്. ഞാൻ തുർക്കി ബുക്ക് വായിച്ചതുമല്ല, തൂക്കി വെക്കണ ബുക്ക് വായിച്ചതുമല്ല. ഞാൻ നിങ്ങളെ ബുക്ക് കൊണ്ടുവന്നിട്ട് വായിക്കണം. 14 വാള്യം നിങ്ങൾ ചെയ്ത എല്ലാ പോക്കണത്തിനും തെളിവ് പറയുന്നുണ്ട്, ന്യായീകരണം. അതിന്റെ 1-ാം വാള്യത്തിൽ ന്യായം എന്താ പറയുന്നത്? എന്തുകൊണ്ട് കൊന്നു? ഞങ്ങൾ കൊന്നില്ലേ എന്നതിന് ചില ആളുകൾ ഞങ്ങളെ പറയുന്നുണ്ട്. ഞങ്ങൾ കൊന്നില്ലേ, ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് കൊന്നിട്ടില്ല. ഞങ്ങൾ അവരോട് ഞങ്ങളുടെ അഖീദ പറഞ്ഞു കൊടുക്കും. അഖീദ അവർ വിശ്വസിച്ചാൽ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. നമ്മളെ സുഹൃത്തുക്കൾ ഇഖ്വാനുനാ ഫിദ്ദീൻ ഇല്ല നുഖാത്തിലും അല്ലേ കൊല്ലും. ചൊറുക്കുണ്ടല്ലോ വർത്താനം, നല്ല രസകരമായ വർത്തമാനമാണല്ലോ. അല്ലല്ലല്ല, അതിന് പിന്നെ സമയമല്ല, കാലല്ല, രാത്രിയില്ല, പകലില്ല, കൊല്ലാനോ. കാരണം ഞങ്ങളല്ലാത്തവരൊന്നും മുസ്ലിങ്ങളല്ലല്ലോ, കൊല്ലാനോ. ഞങ്ങൾ അവരോട് യഥാർത്ഥ ഇസ്ലാമിനെ പറഞ്ഞു കൊടുക്കും. സ്വീകരിച്ചാൽ ഇഖ്വാനുനാ ഫിദ്ദീനി സഹോദരങ്ങളാണ്, ഇല്ല സ്വീകരിച്ചിട്ടില്ലെങ്കിലോ നുഖാത്തിലും അവരവിടെ തന്നെ സുന്നിയായി നിൽക്കുകയാണെങ്കിൽ കൊല്ലും 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 കൊല്ലാനും. അപ്പോൾ നിങ്ങളല്ലാത്തവരുടെ രക്തം നിസ്സാരമാണ്. ഇത് തന്നെയാണ് അഡോൾഫ് ഹിറ്റ്ലറുടെ വാദം. ഇതന്നെ ഹിറ്റ്ലർ പറഞ്ഞേ. ഹിറ്റ്ലർ ലക്ഷക്കണക്കായ ജൂതന്മാരെ കൊന്നു. എന്താ കാരണം പറഞ്ഞത്? ജൂതരക്തം
ആര്യരക്തം മേന്മരക്തം, ഏറ്റവും മേലെയുള്ള രക്തം ആര്യരക്തമാണ്. തെരഞ്ഞെടുക്കപ്പെടുന്ന രക്തം ആര്യന്റെ രക്തമാണ്. അതല്ലാത്ത രക്തം അധമരക്തമാണ്, അതിന് വിലയില്ല. ആര് പറഞ്ഞു? ഹിറ്റ്ലർ പറഞ്ഞു. അപ്പൊ ഹിറ്റ്ലർക്ക് കൊല്ലാൻ ന്യായമുണ്ടായി. എന്തുകൊണ്ടാണ് സിയോണിസ്റ്റുകൾ ലോകത്തെ കൊന്നുകൊണ്ടിരിക്കുന്നത്? എല്ലാ ജൂതന്മാരും അല്ല, സിയോണിസ്റ്റുകൾ ജൂതായിസത്തിലെ വഹാബികളാണ്. എല്ലാ ജൂതന്മാരും സിയോണിസ്റ്റുകൾ ഞാൻ വിചാരിച്ചിരുന്നത് അല്ല. ഞാൻ ആ ധാരണയൊക്കെ തിരുത്തി പഠിച്ചപ്പോൾ എല്ലാ ജൂതന്മാരും സിയോണിസ്റ്റുകളല്ല. ജൂതന്മാരിലെ വഹാബികളാണ് സിയോണിസ്റ്റുകൾ. അവരുടെ വാദപ്രകാരം അവർ ചോസൻ പീപ്പിളാണ്, തെരഞ്ഞെടുക്കപ്പെട്ട ജനത. ഏതാ തെരഞ്ഞെടുക്കപ്പെട്ട ജനത? BC 14 നൂറ്റാണ്ടിലേക്ക് അടിത്തറയുള്ള ജനത. 12 ഗോത്രം. മോശയുടെ കാലത്ത് സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് കടലും കടത്തി കൊണ്ടുവന്ന 12 ഗോത്രം. ആ 12 ഗോത്രത്തിലേക്ക് ഒരാളുടെ DNA പോയിട്ടുണ്ടെങ്കിൽ, ഒരാൾ ജൂതനാണോ എന്ന് വാദിച്ചാൽ അയാളുടെ DNA പരിശോധിക്കും സിയോണിസ്റ്റുകൾ. DNA-യിൽ ഈ 12 ഗോത്രത്തിന്റെ DNA ഇയാളോട് യോജിക്കുന്നുണ്ടെങ്കിൽ ഇയാൾ ജൂതനായി അംഗീകരിക്കും, ഇല്ലെങ്കിൽ നാട് കടത്തും, അല്ലെങ്കിൽ കൊല്ലും. ആരെ കൊല്ലും? ജൂതനെ കൊല്ലും. ആര് കൊല്ലും? സിയോണിസ്റ്റുകൾ കൊല്ലും. സിയോണിസ്റ്റുകൾ എത്ര ജൂതന്മാരെ കൊന്നു? സിയോണിസ്റ്റുകൾ എത്ര ജൂതന്മാരെ നാട് കടത്തി? എന്തേ കാരണം? അവരുടെ രക്തഗ്രൂപ്പിനോട് യോജിക്കാത്തൊരു പുറത്താക്കും, അല്ലെങ്കിൽ കൊല്ലും. മുസ്ലിങ്ങളെ സ്വന്തം ജൂതന്മാരെ തന്നെ സിയോണിസ്റ്റുകൾ കൊല്ലുകയാണെങ്കിൽ പിന്നെ മുസ്ലിങ്ങളെ കൊല്ലുന്നതിൽ അത്ഭുതമുണ്ട? എന്തുകൊണ്ട്? തെരഞ്ഞെടുക്കപ്പെട്ട ജനതയല്ല, മേന്മയുള്ള രക്തം, മേത്തരം രക്തം, വിലയുള്ള രക്തം അവരുടേതാണ്. ഇതാണ് വഹാബിയത്തിന്റെ വാദം. വഹാബിയത്തിന്റെ വാദപ്രകാരം മുസ്ലിങ്ങൾ നിങ്ങൾ മാത്രമാണ്. ഞങ്ങൾ വാദപ്രകാരമോ നിങ്ങൾ മുസ്ലിങ്ങളാണ്. പക്ഷെ പെൽച്ചുപോയി. ബാക്കി അള്ളാഹുവിനെ അറിയും, അള്ളാഹു തീരുമാനിക്കും. പെൽച്ചുപോയി. എന്തുകൊണ്ട്? ക്രൂരത ഇസ്ലാമല്ല, ഇവർക്ക് പിഴച്ചുപോയി. ഇത് വളരെ ചിന്തിക്കണം. അതുകൊണ്ട് പുനഃപരിശോധനയ്ക്ക് തയ്യാറാകണം. ഇനി ഞങ്ങളുടെ കൂട്ടത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളെ പറ്റി നിങ്ങൾ വല്ലാതെ വിഷമിച്ച് തലപുണ്ണാക്കേണ്ടതില്ല. ഈ അടുത്ത ദിവസങ്ങളിൽ ചില ആളുകൾ പറഞ്ഞു, നിങ്ങളെ ഗ്രൂപ്പിസം, നിങ്ങളുടെ കൂട്ടത്തിൽ സംഘടനാ അഭിപ്രായക്കടയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. തൗഹീദിലോ ശിർക്കിലോ ഞങ്ങൾക്ക് തർക്കമില്ല. തർക്കിച്ചാൽ പിന്നെ സുന്നിയാവില്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലോ, ബഹുമാനപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സമസ്തയിലോ, ബഹുമാനപ്പെട്ട നജീബ് മൗലവിയുടെ നേതൃത്വത്തിൽ സമസ്ഥാനയിലോ, അതൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ സംഘടനാപരവും ചില ശാഖാപരവുമാണ്. അത്രേ ഉള്ളൂ. ഉസൂലിയായ ഒരു അഭിപ്രായ വ്യത്യാസവും ഞങ്ങൾക്കിടയിലില്ല. യാതൊരു അഭിപ്രായ വ്യത്യാസം. സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസം. അവരെല്ലാം സുന്നികൾ തന്നെ, ഒരു തർക്കമില്ല. തൗഹീദിന്റെ കാര്യത്തിൽ തർക്കമില്ല, ശിർക്കിന്റെ കാര്യത്തിൽ തർക്കമില്ല, ബർക്കത്തെടുക്കണമെന്ന കാര്യത്തിൽ തർക്കമില്ല, തവസ്സുൽ ചെയ്യാം തർക്കമില്ല, ഇസ്തിഗാസ ചെയ്യാം തർക്കമില്ല, മൗലിദ് ഓതാം തർക്കമില്ല, ഒരു തർക്കമില്ല. എന്ത് സുന്നികളാണ്. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായ കാര്യത്തിൽ ഞങ്ങൾ യോജിക്കും, നിങ്ങൾക്ക് നടക്കാം. എല്ലാരും യോജിക്കും, ഞങ്ങൾക്ക് യോജിക്കാൻ നിങ്ങളെ തിട്ടൂരം വേണം. സുന്നികൾ അഹ്ലു സുന്നയുടെ പ്രചാരണത്തിൽ യോജിക്കണം. ഈ ആസുരകാലത്ത് യോജിക്കണം. എന്തേ? ഈമാനിൽ നിന്നും ഇസ്ലാമിൽ നിന്നും ഹക്കായ അഹ്ലു സുന്നയിൽ നിന്നും ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാലത്ത് നിസാരമായ കാര്യത്തിന്റെ മേൽ നമ്മൾ യോജിക്കാതെ പരമാവധി യോജിക്കണം. അതിനപ്പുറം പറയാൻ എനിക്ക് അവകാശമില്ല, ഞാൻ ആളല്ല. പക്ഷെ എന്നാലും
യോജിപ്പിന്റെ ഏറ്റവും അനിവാര്യമായ ഘട്ടമാണിത്. വിയോജിക്കേണ്ട അനിവാര്യതയൊന്നും ഇല്ലാതിരിക്കെ ഇത്രത്തോളം ഭീകരമായ ബിദ്അത്ത് ദുനിയാവിനെ കാർന്നു തിന്നുകൊണ്ടിരിക്കെ, ലക്ഷക്കണക്കായ യുവാക്കൾ ഭീകരവാദികൾ ആയിക്കൊണ്ടിരിക്കെ നാം യോജിക്കണം. പ്രബോധന രംഗത്ത് ആദ്യം യോജിക്കണം. സംഘടനാപരമായ യോജിപ്പിനെ നേതാക്കൾ തീരുമാനിക്കും. ഞാൻ വളരെ ഗൗരവമായി ഓർമ്മപ്പെടുത്തുകയാണ്, അഹ്ലുസുന്നയെല്ലാം ഒന്നാണ്. എന്നാൽ ബിദ്അത്തോ, ബിദ്അത്ത് എന്താണെങ്കിലും ബിദ്അത്ത് തന്നെ. അതിൽ ചെറിയ ബിദ്അത്ത് വലിയ ബിദ്അത്ത് എന്ന് വ്യത്യാസമില്ല. ഇദാ ലഹറത്തിൽ ബിദ്അ വസകതൽ ആലിം ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ബിദ്അത്തുകൾ പ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു. തെറ്റായ വിശ്വാസം, തെറ്റായ അഖീദ അത് ലോകത്താകെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇൽമുള്ളകൾ മിണ്ടാതിരുന്നാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവരുടെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. വളരെ ചിന്തിക്കണം. വഹാബിസത്തിനെ ജനകീയവൽക്കരിക്കുന്ന ഒരു സാധനം ഇതൊന്നും അറിയാതെ നിശബ്ദമായി നമുക്കിടയിലുണ്ട്. അത് ഏറ്റവും അപകടകരമായ വഹാബിസം. അതാണ് തബ്ലീഗ് ജമാഅത്ത്. അവരുടെ നേതാവാരാ? മുഹമ്മദ് അബ്ദുൽ വഹാബ്. അവരുടെ ഇമാമാരാ? മുഹമ്മദ് അബ്ദുൽ വഹാബ്. ആസ്തമ വലിവുള്ള നേരത്താണെങ്കിലും ഒരു തബ്ലീഗുകാരനോട് മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറഞ്ഞു നോക്കൂ. അപ്പോൾ എത്ര ആസ്തമ വലിവിലുള്ള നേരത്താണെങ്കിലും റഹിമഹുല്ലാഹ് എന്ന് പറയാതെ മൂപ്പര് അപ്പുറം പറയില്ല. സ്വഹാബത്തിന്റെ പേര് പറഞ്ഞാൽ റളിയല്ലാഹു അൻഹു ചിലപ്പോൾ നേരെ പോകും. എന്നാലും മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് എന്ന് പറയാതെ പറയില്ല. അത്രയും വലിയ മുലകുടി വണ്ട്. എന്നാ കാണുമ്പോ നല്ല കുപ്പായം, നല്ല തലയെക്കെട്ട്, നല്ല തൊപ്പി, നല്ല താടി, എല്ലാരെ കണ്ടാലും ഇങ്ങനെ വിളിച്ചാട്ടി പറയുമ്പോ നാട്ടുകാർ പെട്ടുപോകും. ചോടക്കാര്, മുതലാളിമാര്, പൈസക്കാര് മുഴുവനും ബിദ്അത്തിലെത്തിയത് തബ്ലീഗ് എന്ന റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ്. ആ ഏജൻസിയെ വഹാബികൾ തന്നെ ഇപ്പൊ കുടുങ്ങി. സൗദി വഹാബി വരെ പുറത്താക്കി. കാരണം രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ്. മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കൊള്ളണോ തള്ളണോ എന്ന ഇടത്താണ് ഇപ്പോൾ സൗദി ഉള്ളത്. കാരണം ഇയാളെ വെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലാണ്. ഏതായാലും കൊട്ടാരത്തിൽ സംസാരമൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴും ഈ റഹിമഹുല്ലാഹ് കേട്ടപ്പോൾ ഇവർക്ക് പിന്നെ ബേജാറായി, പുറത്താക്കി. രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ്. ചിന്തിക്ക്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് തെറ്റായ മാർഗത്തിലേക്ക് കൊണ്ടുപോകും. നമ്മൾ അവിടെ നോക്കിയിരിക്കാൻ പാടില്ല. വളരെ ചിന്തിക്കണം. അതുകൊണ്ട് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ രംഗത്ത് ഇത് ക്രൂരമാണ് എന്ന് മാത്രമല്ല, ഇസ്ലാമിന്റെ മുഖം കോമൺ സൊസൈറ്റിയിൽ വികൃതമാക്കി. ഇതുപോലെ ഇവരിൽ നിന്നാണ് മറ്റുള്ളവർ ഇസ്ലാമിനെ മനസ്സിലാക്കുക. ആ ഇസ്ലാമിന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി പറയാം ആണ് ഇന്ന് പറയേണ്ടത് എന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് വരികയാണ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വിധമായ ചർച്ചകൾ ഇനിയും വരും. അഹ്ലുസുന്നയുടെ മഹാന്മാരായ വലിയ വലിയ ലോകം കണ്ട ഉലമാക്കളെ വഹാബികൾ ചെയ്തതിന്റെ ചരിത്രങ്ങളുണ്ട്. ഇതൊക്കെ പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും പേര് പറഞ്ഞ ചെയ്യുന്നത്. അതൊക്കെ പിന്നീട് പറയേണ്ടി വന്ന പറയും. കാര്യങ്ങളെ മനസ്സിലാക്കുന്നത് എല്ലാവർക്കും നല്ലത്. ഇപ്പോൾ അനങ്ങിയാൽ ഷിയയാണ് എന്ന് ആരോപിക്കുന്ന ഒരു തിരക്കിലാണ്. എന്തു പറഞ്ഞാലും ഷിയ. ഞാൻ പറഞ്ഞില്ലേ, അനങ്ങിയ ഷിയ. സ്വലാത്ത് ചൊല്ലിയാൽ ഷിയ, സിയാറത്തിന് പോയാൽ ഷിയ, മദീനത്ത് പോയാൽ ഷിയ. എന്താണ് ഷിയ? ഷിയ 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 അല്ലാത്ത പരിപാടിയില്ല. ഒക്കെ ഷിയ. എന്തുകൊണ്ട്? എന്നാ പിന്നെ വേഗം എറിഞ്ഞു കൊല്ലാലോ, എളുപ്പല്ലേ? അപ്പൊ ആരാണ് യഥാർത്ഥ ഷിയ? ആര്? ആ യഥാർത്ഥ ഷിയയുടെ സഹായി ആര്?
വളരെ ചിന്തിക്കണം. ഷിയാക്കളുടെയും വഹാബികളുടെയും ചരിത്രം ഞാൻ അല്പം നിങ്ങളോട് പറയാം. രണ്ടാം സൗദി സ്റ്റേറ്റിന്റെ രൂപീകരണത്തിന്റെ മുജദ്ദിദാണ് ആര്? വഹാബിയത്തിനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുറഹ്മാൻ. അയാളാണ് ഇപ്പോഴുള്ള വഹാബിയത്തിന്റെ പിതാവ്. ഒന്നാം സ്റ്റേറ്റിനെ തുർക്കിയും ഉസ്മാനി ഖിലാഫത്തും അതേപോലെ മുഹമ്മദ് അലി പാഷയും തകർത്ത് തരിപ്പണമാക്കി. 1818 അവരെ തുന്നം പാട്ടി തിരിച്ചയച്ചത് കഴിഞ്ഞ ഒരു പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗം ഇനി അടുത്ത് വരുന്നുണ്ട്. പിന്നെ ഒരു നൂറ്റാണ്ട് കാലം അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതിസുശക്തമായി ഉസ്മാനിയ ഖിലാഫത്തും ഒരു ഭാഗത്ത് മുഹമ്മദ് അലി പാഷയും എല്ലാം അവരെ പ്രതിരോധിച്ചു. ആ ഭാഗത്തേക്ക് ഇനിയും വരും. അത് പറയേണ്ട വളരെ ഗൗരവമായ ചില ചരിത്രങ്ങൾ അവിടെയുണ്ട്. അത് വേറിട്ട് പറയും. പിന്നെ ഇതിനൊരു മാറ്റം കൊണ്ടുവരുന്നത് ഇവരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള ബന്ധത്തോടു കൂടെയാണ്. അതിന് ഏറ്റവും വലിയ പിതാവ് തന്റെ ജീവനും സമ്പത്തും ആരോഗ്യം വഹാബിയത്തിന് വേണ്ടി ചെലവഴിച്ച ആളാണ് അബ്ദുൽ അസീസ് രാജാവ്, ഇന്നത്തെ സൽമാന്റെ ബാപ്പ. അനവധി മക്കളുണ്ടായ അയാൾ 1953 മരിക്കുന്നത് വരെയും വഹാബിയത്തിന് വേണ്ടി മാത്രം ജീവിച്ച ആളാണ്. എല്ലാ ക്രൂരതകളും അയാളാ ചെയ്തത്. എണ്ണി എണ്ണി പറയും. അതിന് പുറമെ അയാൾ ബ്രിട്ടീഷുകാരുടെ ചാരനാണ്. 1915 ഡാരിൻ ഉടമ്പടി, ട്രീറ്റി ഓഫ് ഡാരിൻ എന്ന പേരിൽ ഡാരിൻ ദ്വീപിൽ വെച്ച് അവരുടെ ഡാരിൻ ഉടമ്പടി നടന്നിട്ടുണ്ട്. കൂട്ടത്തിൽ ഞാൻ നിങ്ങളോട് ഈ വിഷയം പഠിക്കുന്നതിന് മുമ്പ്, ഈ വിഷയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. ഒന്നാം ലോക മഹായുദ്ധം 1914 മുതൽ 1917 വരെ. 1917 ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ ബ്രിട്ടന്റെതല്ലാത്തൊരു ഭൂമി മിഡിൽ ഈസ്റ്റിലില്ല. എല്ലാം ബ്രിട്ടന്റെ ഭൂമിയായിരുന്നു. വഹാബികൾക്കില്ല, ആർക്കും ഇല്ല. വളരെ ശ്രദ്ധിക്കണം. ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കണം. 1917 ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കി തോപ്പിച്ചു, ചതിച്ചു, ഖിലാഫത്ത് തകർത്തു. 1908 സുശക്തനായ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് രണ്ടാമനെ ഗ്രീസിലേക്ക് നാട് കടത്തി. പിന്നെ ചതിപ്രയോഗങ്ങൾ നടത്തി, ചില പാവകളെ കൊണ്ടുപോയി വെച്ചു. അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കി തകർന്നു. 8 ലക്ഷം പട്ടാളവും 42 ലക്ഷം സിവിലിയന്മാരുമായി തുർക്കി കൊല ചെയ്യപ്പെട്ട് തുർക്കി തകർന്നു. 1917 വളരെ ചിന്തിക്കണം. 1917 എന്ന് നോക്കുമ്പോൾ അതാണ് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം എന്ന് പറയാനുള്ള കാരണം. അതിനു മുമ്പ് അത്രയേറെ ഒരു വികസിതമായ രാഷ്ട്രമല്ല ബ്രിട്ടൻ. അങ്ങിങ്ങൊക്കെ കോളനി ഉണ്ടെങ്കിലും ആ കോളനിയുടെ ഏറ്റവും വലിയ വികാസം ഒന്നാം ലോക മഹായുദ്ധത്തോടു കൂടിയാണ്. മിഡിൽ ഈസ്റ്റിലില്ല, പരിസരത്തില്ല. സൂര്യനെ സ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം എന്ന് പറഞ്ഞു. ഈ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്ക ഭാഗത്ത് തന്നെ വഹാബി നേതാവായ അബ്ദുൽ അസീസ് രാജാവ്, അബ്ദുൽ അസീസ് അന്ന് ദർഇയയിലെ കൊച്ചു നാട്ടുരാജ്യം അയാളുടെ കയ്യിലാണ്. അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രിട്ടീഷുകാരുമായി കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഞങ്ങൾ മുസ്ലിങ്ങളെ സഹായിക്കില്ല, നിങ്ങളുടെ കൂടെ നിൽക്കും. ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം കഴിഞ്ഞാൽ എല്ലാ സൗകര്യവും ചെയ്തു തരണം. ബ്രിട്ടൻ ഇയാൾക്ക് എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തു മാത്രമല്ല, ഡാരിൻ ഉടമ്പടി അനുസരിച്ച് ആദ്യം തന്നെ അയാൾക്ക് 20,000 പൗണ്ട് കൊടുത്തു ബ്രിട്ടൻ. പിന്നെ എല്ലാ മാസവും 5,000 പൗണ്ട്. ഇതൊക്കെ ചരിത്ര രേഖയുണ്ട്.
പരിശോധിക്കുന്നവർക്ക് എളുപ്പത്തിൽ കിട്ടും. 60,000 പൗണ്ട് കൊടുത്ത സമയമുണ്ട്, 1,00,000 പൗണ്ട് വരെ കൊടുത്ത സമയമുണ്ട്. മാസം വലിയ തുക കൊടുക്കും. എന്തിന്? ഈ മിഡിൽ ഈസ്റ്റിൽ ബ്രിട്ടന്റെ ആളായി, എല്ലാ ചതിയുടെയും ഒരാളായി ബ്രിട്ടന് വേണ്ടി നിന്നു കൊടുക്കുകയായിരുന്നു വഹാബി നേതാവായ അബ്ദുൽ അസീസ് ചെയ്തത്. സത്യത്തിൽ യഥാർത്ഥത്തിൽ ചതിയൻ, രണ്ടാം വഹാബിയത്ത് വരുമ്പോൾ ചതിയൻ അബ്ദുൽ അസീസ് ആണ്. ഇന്നത്തെ സൽമാന്റെയും അബ്ദുള്ളയുടെയും ഫഹദിന്റെയും സഊദിന്റെയും ഫൈസലിന്റെയും ഖാലിദിന്റെയും ഒക്കെ ബാപ്പയായി 1953 മരിച്ച അബ്ദുൽ അസീസാണ് സത്യത്തിൽ വഹാബിയത്തിന്റെ പ്രമോട്ടറും അയാളാണ്, ഏറ്റവും വലിയ ചതിയനും അയാളാണ്. അയാൾ ദാരിൻ ഉടമ്പടി നടത്തി 915. പിന്നെ 919 സത്യത്തിൽ മുസ്ലിം ലോകം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നവും ഏറ്റവും വലിയ പ്രയാസവും ഫലസ്തീനാണ്. ഈ ഫലസ്തീൻ്റെ അടിസ്ഥാന കാരണക്കാരൻ വഹാബി നേതാവായ അബ്ദുൽ അസീസ. അയാളാണ് രണ്ടാം വഹാബിയത്തിൻ്റെ പ്രമോട്ടർ, അതിൻ്റെ പിതാവ്, അതിൻ്റെ സംസ്ഥാപകൻ. ഇന്ന് വഹാബിയത്തിന് ലോകത്തുള്ള എല്ലാ ഇൻഫ്ലുവൻസും എല്ലാം നേടിക്കൊടുത്തിട്ടുള്ളത് സാക്ഷാൽ അബ്ദുൽ അസീസാണ്. 1953 അയാൾ മരിക്കുമ്പോൾ ഇന്ന് വഹാബിയത്തിനുള്ള എല്ലാവിധ നേട്ടവും അതിൻ്റെ അടിസ്ഥാനം മുഴുവനും അബ്ദുൽ അസീസ് ഉണ്ടാക്കി കൊടുത്തതാണ്. എങ്ങനെ അബ്ദുൽ അസീസിന് ഇത് കിട്ടി? അബ്ദുൽ അസീസ് 915 ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന കാലത്തെ ബ്രിട്ടന്റെ ഏറ്റവും വലിയ ഏജന്റാണ്. ബ്രിട്ടനിൽ നിന്ന് പണം കൈപ്പറ്റുന്ന ആളാണ്. 5000 പൗണ്ട് മാസത്തിൽ. 5000 പൗണ്ട് എന്നാൽ അക്കാലത്ത് വലിയ ഒരു തുകയാണ്. ഇന്നത്തെ സൗദിയോ ഹിജാസോ അന്ന് അബ്ദുൽ അസീസിന്റെ കയ്യിലില്ല. അന്ന് ദിർഇയ്യയിൽ നിന്ന് അവർ പിടിച്ചടക്കിയ കുറഞ്ഞ ഭാഗം അവർക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അവരവരങ്ങനെ നാട്ടുരാജാവായി കഴിഞ്ഞുകൂടാണ്. പഴയ സൗദിനെ പോലെ തന്നെ 1806 ഹിജാസ് പിടിച്ചടക്കി. പിന്നെ 1818 കൂടെ മുഹമ്മദ് അലി പാഷയും തുർക്കികളും എല്ലാം ചേർന്ന് വഹാബികളെ തിരിച്ചോടിച്ച് പരാജയപ്പെടുത്തി. എന്നേക്കുമായി വഹാബി ഭരണം അവസാനിച്ചു 1818. പിന്നെ വഹാബികൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിനിടയിൽ വഹാബികൾ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരുമായി യോജിച്ചു. പ്രത്യേകിച്ച് ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായപ്പോൾ അതിന്റെ പിന്നിൽ നടന്ന ഒരുപാട് ചാരപ്പണികളും ചരടുവലികളും ഉണ്ട്. അത് പിന്നീട് പറയും. 1915 ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായപ്പോൾ അദ്ദേഹം അബ്ദുൽ അസീസ്, വഹാബിയായ അബ്ദുൽ അസീസ്, അന്ന് അയാൾ വലിയ രാജാവൊന്നുമല്ല, അയാൾ ബ്രിട്ടനുമായി രഹസ്യ കരാറിൽ ഒപ്പിട്ടു. 919 ദീർഘമായ ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞ ഉടനെ വളരെ പ്രവിശാലമായ മുസ്ലിം ലോകത്തെ ഏറ്റവും വലിയ കറുത്ത പുള്ളി പെർസിക്കോക്സുമായി വഹാബിയായ അബ്ദുൽ അസീസ് നടത്തിയ കരാറാണ്. ആ കരാർ ഞാൻ കാണിക്കാം, ഒന്ന് കണ്ടു നോക്ക്. സുൽത്താൻ അബ്ദുൽ അസീസ് ബിൻ അബ്ദുറഹ്മാൻ ആൽ ഫൈസൽ ആൽ സഊദ് അഖർവ അഅ്തരിഫു അൽഫ മറ. അന്നയാൾ ഹിജാസിന്റെ സുൽത്താനല്ല, സഊദി എന്ന രാജ്യവും അന്നില്ല. ഈ കരാറിന്റെ പേരിൽ പിന്നീട് ബ്രിട്ടൻ കൊടുത്തതാണ് ഇന്നത്തെ സഊദിയ. പെർസിക്കോക്സുമായി ഞാനിതാ കരാറൊപ്പിടുന്നു, സമ്മതിക്കുന്നു. അൽഫമറ 1000 തവണ. മന്ദൂബി ബരീത്താനിയൽ ഉലമാ ലാ മാനിഅ ഇൻദി. ബ്രിട്ടീഷ് മഹാബ്രിട്ടന്റെ വക്താവായ പെർസിക്കോക്സുമായി ഞാനിതാ കരാറിൽ സമ്മതിക്കുന്നു. ലാ മാനിഅ ഇൻദി. എന്റെ അടുക്കൽ ഒരു വിലക്കുമില്ല, തടസ്സവുമില്ല. ഫലസ്തീൻ കൊടുക്കുന്നതിൽ യഹൂദി മിസ്കീന്മാർക്ക് കൊടുക്കാൻ എനിക്കൊരു വിരോധവുമില്ല. ആരാണ് ഈ പറയുന്ന മിസ്കീന്മാര്? സിയോണിസ്റ്റുകള്. അവർ മിസ്കീന്മാരാണോ അല്ലേ എന്ന് നിങ്ങൾക്ക് ഇന്ന് അറിയാം, അന്നും അറിയാം. പക്ഷേ ഇയാൾക്ക് വേണ്ടത് വഹാബിയത്താണ്. ചതിച്ചു ഈ വഹാബി.
മുസ്ലിം സമുദായത്തിന്റെ കണ്ടകോടാലി കഴുത്തിൽ കോടാലി വെച്ചത് ഈ വഹാബിയാണ്, അബ്ദുൽ അസീസ് എന്ന വഹാബി. ഇയാളെപ്പോലെ, ഈ വഹാബിയെ പോലെ മുസ്ലിം ലോകത്തെ ചതിച്ച വേറൊരാളില്ല. ഇന്നത്തെ സകല പ്രശ്നവും ഈ വഹാബി ഉണ്ടാക്കിയതാണ് അബ്ദുൽ അസീസ്. 1919 പെർസിക്കോക്സുമായി കരാർ. എന്തുകൊണ്ട്? 17 ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോഴോ ബ്രിട്ടന്റെതല്ലാത്ത ഒരു തുണ്ട് ഭൂമി മിഡിൽ ഈസ്റ്റിലില്ല. അതിന് ബ്രിട്ടന് പറ്റിയത് ചെയ്താലേ ബ്രിട്ടൻ ഇവർക്ക് വേണ്ടത് കൊടുക്കുള്ളൂ. 17 എന്ത് വന്നിട്ടുണ്ട്? ബാൾഫർ ഡിക്ലറേഷൻ. 1917 ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞ ഉടനെ ബാൾഫർ ഡിക്ലറേഷൻ വന്നിട്ടുണ്ട്. എന്താ ബാൾഫർ ഡിക്ലറേഷൻ? അന്നത്തെ ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രിയായിരുന്ന ബാൾഫറുടെ പ്രഖ്യാപനമാണ് ചരിത്രത്തിൽ ബാൾഫർ ഡിക്ലറേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1917 ബാൾഫർ ഡിക്ലറേഷൻ. എന്താ ബാൾഫർ ഡിക്ലറേഷൻ? ഞങ്ങൾ ഫലസ്തീനെ പകുത്തിട്ട് ഒരു ഭാഗം മുസ്ലിമീങ്ങൾക്കും ഒരു ഭാഗം സിയോണിസ്റ്റുകൾക്കും കൊടുക്കും, ജൂതരാഷ്ട്രം സ്ഥാപിക്കും. ഫലസ്തീന്റെ പെരുമാറിൽ ശ്രദ്ധിക്കണം. ഫലസ്തീന്റെ പെരുമാറിൽ ജൂതന്മാർക്ക് ഞങ്ങൾ രാഷ്ട്രം സ്ഥാപിക്കുമെന്ന് ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ബ്രിട്ടൻ വിദേശകാര്യമന്ത്രിയും നേരത്തെ പ്രധാനമന്ത്രിയുമായിരുന്നു ആര്? ബാൾഫർ. അയാൾ പ്രഖ്യാപിച്ചു 1917. അപ്പോൾ ചില രാജാക്കന്മാരൊക്കെ എതിരായി. ആ രാജാക്കന്മാരെയൊക്കെ പിന്നീട് ബ്രിട്ടൻ ഒഴിവാക്കി. ഞാൻ അടുത്ത പ്രസംഗത്തിൽ പറയാം. അപ്പോൾ ഇവർ ഒട്ടിച്ചേർന്ന് നിന്നു. എന്റെ ബ്രിട്ടൻ ഒഴിവാക്കുന്ന മുസ്ലിം രാജാക്കന്മാരുടെ രാജ്യങ്ങളെയൊക്കെ തനിക്കാക്ക. ഹുസൈൻ ബിൻ അലി എന്ന് മക്ക മദീന ഭരിച്ചിരുന്ന രാജാവ്, മാത്രമല്ല മദീന അടക്കമെല്ലാം പിടിച്ചടക്കിയ രാജാവാണ് ഹുസൈൻ ബിൻ അലി. ആദ്യം അയാൾ മക്കയിലെ ഷെരീഫായിരുന്നു, പിന്നെ മക്ക മദീന ഒന്നിച്ച് പിടിച്ചടക്കി, അവിടെ രാജാവായി. പക്ഷേ ഫലസ്തീനിൽ ജൂതരാഷ്ട്രം സ്ഥാപിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിന് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ഒരാൾ ഹുസൈൻ ബിൻ അലിയാണ്. ആ ഹുസൈൻ ബിൻ അലിയെ നിർത്താൻ പറ്റൂല, അത് പോറ്റാൻ പറ്റിയ സാധനമല്ല. ഒരു കാലത്ത് ബ്രിട്ടന്റെ അനുയായിയാണ് ഹുസൈൻ ബിൻ അലി. പക്ഷേ ഫലസ്തീനിൽ ജൂതരാഷ്ട്രം സ്ഥാപിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഹുസൈൻ ബിൻ അലി ഗർജിച്ചു. അപ്പോൾ ഹുസൈൻ ബിൻ അലിയെ ഒഴിവാക്കാൻ ബ്രിട്ടീഷ് താല്പര്യമുണ്ടായി. അതേ സമയത്ത് ഒപ്പിട്ട് കൊടുത്തു. ആര്? ഈ കാണുന്നത്. കാണിക്കൊണ്ടുകൂടെ. ഈ ഒപ്പിടൽ വരുന്നത് 1919 ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങുന്ന 14 ട്രീറ്റി ഓഫ് ഡാരിൻ 15. എന്നിട്ട് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടന്റെ ഒത്താശക്കാരനായി വഹാബികള് 17 ബാൾഫർ ഡിക്ലറേഷൻ. ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുന്നതോട് കൂടെ ബാൾഫർ പറഞ്ഞു ഞങ്ങൾ ജൂതരാഷ്ട്രം സ്ഥാപിക്കും. 19 ഈ കരാർ. അപ്പോൾ എന്തായി? ക്ലിയറായി. ഇവരെ പോറ്റാൻ പറ്റുമെന്ന് ബ്രിട്ടൻ തീരുമാനിച്ചു. ആ പോറ്റലാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇവർ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കുട്ടിയാണ്, കുഞ്ഞുമോനാണ്. ഇത് തിരിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അന്തല്ല എന്ന് മനസ്സിലാവും. ചരിത്രം പഠിക്കുക. ഇവർക്കൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല, മുഹമ്മദ് റസൂലുള്ളാഹി ഇല്ല. ഇവരുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ല അമേരിക്ക എന്നാണ്. ആ രൂപത്തിലാണ് അവരെ പരിപാടികൾ പിന്നീട് വന്നിട്ടുള്ളത്. നിങ്ങൾ കണ്ടു നോക്കി, ചരിത്രം പഠിച്ചു നോക്കി. 1919 ഇവര് ഇവിടുത്തെ കരാറാണിത്. ഒരു വിരോധമില്ല, ഒരു കുഴപ്പമില്ല. പിന്നീട് ഹുസൈൻ ബിൻ അലിയെ പുറത്താക്കി. പിന്നെ കേറി അടിച്ച് മക്ക, ജിദ്ദ എല്ലാം ഇവർ കൈവശപ്പെടുത്താൻ 19 മുതൽ ബ്രിട്ടനും അമേരിക്കയും സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ടേയിരുന്നു. 1924-25 ഒക്കെ ആയപ്പോഴത്തിന് മക്ക, മദീന, ഹിജാസിന്റെ ഏകദേശ ഭാഗങ്ങള്, ജിദ്ദ അടക്കമുള്ള പ്രദേശങ്ങളെല്ലാം ഏകദേശം എല്ലാം അന്ന്
അബ്ദുൽ അസീസിന്റെ കയ്യിലായി പോയിട്ടുണ്ട്. മറ്റു നാട്ടുരാജാക്കന്മാരെ എല്ലാം ബ്രിട്ടൻ പുറത്താക്കി. എന്തേ? അവരൊന്നും പോറ്റാൻ പറ്റൂല, അവർ പലസ്തീൻ ജൂതന്മാർക്ക് കൊടുക്കാൻ സമ്മതിക്കൂല. പിന്നെ പറ്റിയ കുട്ടിയാണ് ആര്? അബ്ദുൽ അസീസ്. അബ്ദുൽ അസീസുമായി അനവധി ഉടമ്പടികൾ നടന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ പല ഉടമ്പടികളും കരയിൽ നടത്താൻ പറ്റാത്തതിന് കപ്പലിൽ പോയി നടത്തിയ ഉടമ്പടികളുണ്ട്. രഹസ്യ ചർച്ചകൾ, ഉൾക്കടലിൽ പോയിട്ട് രഹസ്യ ചർച്ചകൾ. ഒന്ന് കാണിക്ക്. അത് കപ്പലിലാണ് ഇപ്പൊ ആ രഹസ്യ ചർച്ച. ബ്രിട്ടീഷുകാർ വേണ്ടി രഹസ്യ ചർച്ചയാണ്. നടുവിലിരിക്കുന്ന നടുവിലിരിക്കുന്ന ആള് ആരാണ്? അറബി ഗോത്രം ഇട്ട അയാൾ, അതാണ് അബ്ദുൽ അസീസ്. അയാളാണ് സത്യത്തിൽ മുസ്ലിം ലോകത്തെ ഏറ്റവും വലിയ ചതിയൻ. അയാളാണ് ഫലസ്തീൻ ഇപ്രകാരമാകാൻ കാരണക്കാരൻ. എല്ലാ ചതിയും അയാളാ ചെയ്തത്. നോക്കി നിങ്ങൾ എന്തൊരു ചൊറുക്കിലാണ് അവരൊക്കെ ഇരിക്കുന്നത്. ബ്രിട്ടീഷുകാർ മുട്ടുകുത്തിയായിരിക്കണം ഇയാളെ മുന്നിൽ. കാരണം ഇയാളതിന് പറ്റുന്നവർക്കറിയാം. എല്ലാവരും അപ്പുറത്തിരിക്കുന്ന ബ്രിട്ടീഷ് പട്ടാള ജനറൽ ബാക്കിൽ. കരയിലും കടലിലും എവിടെയും കപ്പലിന്റെ ഉള്ളിൽ രഹസ്യമായി നടത്തിയതാണ്. അതിന്റെ പേര് പിന്നിൽ ആ കാണുന്നത് പെർസിക്കോക്സ് ആണ്. പെർസിക്കോക്സുമായി നടത്തിയ ഉടമ്പടി അതാണ്. ബ്രിട്ടന്റെ നയതന്ത്രജ്ഞയായ ലേഡിയാണ് ഇപ്പുറത്ത്. അതാണ് പെർസിക്കോക്സ്. അയാളുമായിട്ടാണ് ഫലസ്തീൻ കൊടുക്കുന്നതിൽ എനിക്ക് വിരോധമില്ല എന്ന് പറഞ്ഞ് ഈ കാക്ക ഒപ്പിട്ടത് ഇയാൾക്കാണ്. മുസ്ലിം ലോകത്തെ ഏറ്റവും വലിയ ചതിയൻ സഹായിക്കാനല്ല വഹാബി വന്നത്. എന്റെ ഫലസ്തീൻ സുന്നികളുടെ നാടാണ്. ഒലക്കുന്ന പ്രശ്നം എന്താ? മുസ്ലിങ്ങളല്ലേ. ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ രാവും പകലും മൗലൂനും അന്നാടും റാത്തീവും നടക്കുന്ന സ്ഥലമാണ്. പിന്നെ അവിടെ നിന്ന് വഹാബിസം പെട്ടെന്ന് എത്തിക്കാനും കഴിയില്ല. ഇവിടെ തന്നെ അന്ന് 8% വഹാബികളേ ഉള്ളൂ. അന്നാകെ ഇന്നത്തെ സൗദിയ നാട്ടിലാകുള്ളത് 8% സൗദി വഹാബികളാ. 92% ഉള്ളത് ബാലവി ത്വരീഖത്തുകാർ, ഖാദിരി ത്വരീഖത്തുകാർ, ഇഫായി ത്വരീഖത്തുകാർ, നക്ഷബന്ദി ത്വരീഖത്തുകാർ, സുന്നികൾ 92% എന്ന് 1917, 19, 20, 24, 25 ഒക്കെ ഈ സമയത്ത്. അങ്ങനെ ബ്രിട്ടൻ എന്ത് ചെയ്ത്? ബ്രിട്ടൻ നല്ലൊരു ചതിയനായ കുട്ടിയെ കിട്ടി. സ്വന്തം സമുദായത്തെ ചതിക്കാൻ പറ്റിയ ഒരു കാക്കാനെ കിട്ടിയപ്പോൾ ബ്രിട്ടൻ എല്ലാ സൗകര്യമാണ് ചെയ്തു കൊടുത്തു. മംലക്കത്തുൽ അറബിയത്ത് സൗദിയ എന്നുള്ള പേരൊന്നും അന്നും വന്നിട്ടില്ല. അതിന് പിന്നെ കുറെ കളിച്ചിട്ടുണ്ട്. ഏതായാലും ഹിജാസ് ഏകദേശം ഈ ഹിജാസുമായി ഒരു ബന്ധവുമില്ലാത്ത നാടാണ് സത്യത്തിൽ ദർഇയയും രണ്ടും രണ്ടാ. ഹിജാസും ദർഇയയും രണ്ടാ. അതിൻ്റെ ഇടയിൽ വലിയ മലയിടുക്കും മറ്റൊക്കെ ഉണ്ട്. അതൊന്നാക്കാൻ വളരെ പ്രയാസമാണ്. പക്ഷേ അതൊന്നാക്കിയൊരു രാഷ്ട്രം സ്ഥാപിക്കാൻ ഞങ്ങൾക്ക് വിരോധമില്ല എന്ന പേരിൽ 1927 തിരിച്ച് നിങ്ങൾക്കൊരു രാജ്യം ഞങ്ങൾ തരാം. 19 ഫലസ്തീൻ ജൂതന്മാർക്ക് കൊടുക്കാം എന്നതിന് 27 തിരിച്ച് ബ്രിട്ടൻ ഒപ്പിട്ട് കൊടുത്ത്. കാരണം പിന്നെ പറഞ്ഞ് പാലിക്കുമല്ലേന്നും ബ്രിട്ടൻ ഒന്ന് പരിശോധിക്കണമല്ലോ. ചില സംഘടനയിലൊന്നും, ചില ഭീകര സംഘടനയിലൊന്നും പെട്ടെന്ന് മെമ്പർഷിപ്പ് കിട്ടൂല. ഒരു നല്ലൊരുക്ക നോക്കും, ഒക്കെ നോക്കിയിട്ടേ ഉള്ളൂ. അതിന് ട്രീറ്റ് ഓഫ് ജിദ്ദ എന്ന് പറയാം. ജിദ്ദയിലാണ് ആ ഉടമ്പടി നടന്നിട്ടുള്ളത് 1927. കാണിക്ക്. അതാണ് ട്രീറ്റ് ഓഫ് ജിദ്ദ. അതാണ് ട്രീറ്റ് ഓഫ് ജിദ്ദ. എന്താണ് അതിൽ പറയുന്നത്? അതിൽ പറയുന്നത് റിയാദിനെയും ഹിജാസിനെയും ഒന്നാക്കി സൗദികൾക്കൊരു രാജ്യം സ്ഥാപിക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല. ബ്രിട്ടൻ എല്ലാവിധ സൗകര്യവും ചെയ്തു തരാൻ തയ്യാറാണ്. 1917 ജൂതരാഷ്ട്രം സ്ഥാപിക്കുമെന്ന് ബാൽഫർ ഡിക്ലറേഷൻ. 19 ഞങ്ങൾക്ക് വിരോധമില്ലെന്ന് വഹാബികൾ. 27 നിങ്ങൾക്ക് വഹാബി രാഷ്ട്രം സ്ഥാപിച്ച് മക്കയും മദീനയിലും വഹാബി രാഷ്ട്രം സ്ഥാപിക്കുന്നതിൽ ഞങ്ങൾക്കും വിരോധമില്ല എന്ന് ബ്രിട്ടൻ. ബ്രിട്ടൻ അങ്ങനെ പറയാൻ കാരണം എന്താ? 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഈ മക്ക മദീന അടക്കം എല്ലാം ബ്രിട്ടന്റെ അധികാരത്തിലാണ്. ബ്രിട്ടൻ അവിടെ ബ്രിട്ടൻ പോറ്റുന്നവരെ അവരെ നിർത്തുള്ളൂ.
പോറ്റിയായിരുന്നു ഹുസൈൻ ബിൻ അലിയെ, പിന്നെ പുറത്താക്കിയാളെ പറ്റൂല കണ്ടപ്പോൾ അയാൾ പലസ്തീനെതിരായി. ഇതിനിടയിൽ വേറൊരു സംഭവം ഉണ്ടായി. എന്താ സംഭവം? ഇതിനിടയിൽ വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. 1873 മുതൽ ഷിയ രാജ്യം ഭരിക്കുന്ന ഷിയ രാജവംശമാണ് ഖ്വജർ രാജവംശം. ആ ഖ്വജർ രാജാക്കന്മാരൊക്കെ ബ്രിട്ടൻ അനുസരിച്ചൊക്കെ തന്നെയാണ് പോയിരുന്നത്. ബ്രിട്ടന്റെ ആശ്രിത രാഷ്ട്രം, ബ്രിട്ടന്റെ ഒരു പൂർണ്ണമായ അധികാരമൊന്നും അല്ലെങ്കിലും ബ്രിട്ടനൊക്കെ അനുസരിച്ചാണ് ഖ്വജർ രാജാക്കന്മാർ പോയിരുന്നത് 1873 മുതൽ. അതിന് അവസാനം ഭരിച്ച രാജാവാണ് അഹമ്മദ് ഷാ എന്ന ഷിയ രാജ്യമാണ് ഇറാൻ. ഇനിയാണ് നമ്മൾ വിഷയത്തിന്റെ കാര്യം മനസ്സിലാക്കുന്നത്. ഖ്വജർ രാജവംശമായിരുന്നു ഷിയ രാജവംശം ഇറാനിൽ. അവരുടെ അവസാനത്തെ രാജാവാണ് ആര്? അഹമ്മദ് ഷാ. ഈ അഹമ്മദ് ഷാ ബ്രിട്ടന്റെ ചില താല്പര്യങ്ങൾക്ക് എതിരായപ്പോൾ ഇയാളെ ഇവിടുന്ന് നീക്കിയിട്ട് ബ്രിട്ടന്റെയും അമേരിക്കയും ഇംഗിതത്തിന് പറ്റിയ ഒരു അമേരിക്കൻ താല്പര്യമുള്ള ഷിയയെ അവിടെ സ്ഥാപിക്കണമെന്ന് അമേരിക്കയും ബ്രിട്ടനും തീരുമാനിച്ചു. അങ്ങനെ 1925 ഇറാനിൽ പട്ടാള അട്ടിമറി നടന്നു. പട്ടാള അട്ടിമറിയിൽ അധികാരത്തിൽ വന്നു, രാജാവിനെ പുറത്താക്കി. അധികാരത്തിൽ വന്നതാരാ? റസാ ഷാ പഹ്ലവി. അയാൾ പട്ടാള ജനറലായിരുന്നു, ഷിയയായ പട്ടാള ജനറൽ. അതായത് ഇറാൻ രാജവംശം ഷിയയാണ്. പക്ഷേ ഈ ഷിയാക്കളെ ബ്രിട്ടന്റെയും അമേരിക്കയുടെയും ഇംഗിതത്തിന് പറ്റൂലാണ് അവസാനത്തെ അഹമ്മദ് ഷായെ കൊണ്ട് മനസ്സിലാക്കിയപ്പോൾ അഹമ്മദ് ഷാനെ ഒഴിവാക്കിയിട്ട് അവർക്ക് പറ്റുന്ന ഒരു ഷിയയെ അവിടെ നിർത്താൻ ബ്രിട്ടൻ തീരുമാനിച്ചു. അങ്ങനെയാണ് 920. അതെന്നെ ഇതാണ് റസാ ഷാ പഹ്ലവി. പട്ടാള ജനറലായിരുന്നു. വലിയ സുഖലോലുപന, ബ്രിട്ടന്റെ പോറ്റുകുട്ടിയ, ബ്രിട്ടന്റെ പൊന്നുമോന. കണ്ടാൽ തന്നെ ഒരു ഹാഫ് ബ്രിട്ടൻ കട്ട. ഇയാളെ അവിടെ 1925 ഷിയാക്കൾക്കിടയിൽ പട്ടാള അട്ടിമറി നടത്തിയിട്ട് സൗകര്യപ്പെട്ട ഒരു ഷിയയെ അവിടെ കുടിയിരുത്തി. 1925 മുതൽ 1979 വരെ ഇറാൻ ഭരിച്ചിട്ടുള്ളത് ഇയാളും ഇയാളെ മകനുമാണ്. ഇനി വിഷയത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാം. 25 ഇയാൾ റസാ ഷാ പഹ്ലവി എന്ന ഷിയ ഇറാന്റെ രാജാവായി ഭരണാധികാരിയായപ്പോൾ ആദ്യമായി നമുക്ക് വലിയ ഇഷ്ടമായി, നമുക്ക് തൃപ്തിയായി, നമ്മളെ നമുക്ക് പറ്റും, നമ്മൾ ഒന്നാണ് എന്ന് പറഞ്ഞ് ആദ്യം കത്തയച്ചത് വഹാബിയായ അബ്ദുൽ അസീസ. പഠിച്ചു നോക്ക്. ആദ്യം ചൂണ്ടുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് പഠിക്ക്. നിങ്ങളെ മുജദ്ദിദ് ഉണ്ടല്ലോ, ആ പറഞ്ഞ മുസ്ലിം ലോകത്തെ ഒറ്റിക്കൊടുത്ത ഈ അബ്ദുൽ അസീസ്, അയാളാണ് എന്ത് ചെയ്തത്? അയാളാണ് സാക്ഷാൽ റസാ ഷാ പഹ്ലവിയെ അവിടെ ബ്രിട്ടൻ കുടിയേറ്റിയപ്പോൾ ആദ്യമായി അനുമോദിച്ച് കത്തയച്ചു. ഞങ്ങൾക്ക് ഇഷ്ടമായി, നിങ്ങൾ തന്നെയാണ് അവിടെ വരേണ്ടത്, നമുക്ക് ഭായി നമ്മളിങ്ങനെ യോജിച്ചെന്നെ മുന്നോട്ട് പോകും, നമ്മൾ രണ്ടാളും ഒരു ബാപ്പാൻ്റെ കുട്ടിയല്ലേ എന്ന നിലക്ക്. സത്യമാണ്. ഇവർക്ക് ഈ ഇസ്ലാം ഒന്നല്ല പ്രശ്നം, ഇവർക്കൊരു കാലത്ത് ഇസ്ലാം പ്രശ്നമില്ല, ഇവർക്ക് പ്രശ്നം അമേരിക്കൻ ബ്രിട്ടനാണ്. അത് ചിന്തിക്കാത്തവന് മര്യാദക്കുള്ള കഞ്ഞി കുടിക്കൂല എന്നാണ് മനസ്സിലാക്കേണ്ടത്. മര്യാദക്കൊരു കഞ്ഞി കുടിക്കണവന് മനസ്സിലാകും വഹാബികൾക്ക് അമേരിക്കയേക്കാൾ വലിയൊരു അള്ളയില്ല, റസൂലുമില്ല. ബ്രിട്ടനേക്കാളും വലിയ അള്ളാഹു ഇല്ല, റസൂലുമില്ല. എല്ലാവരും അങ്ങനെയാണ്. ഇപ്പോൾ വന്നപ്പോൾ ഒരു മുഹമ്മദ് ബിൻ സൽമാൻ നാശായതല്ല, പണ്ടും അങ്ങനെ തന്നെയാണ്. വലിയ നേതാവായ അല്ലെങ്കിൽ ഒരു ഷിയ രാജ്യത്തെ അധികാര കൈമാറ്റം വന്നിട്ട് ഒരു സുന്നി അധികാരത്തിൽ കയറിയ കത്തേക്കാം. നേരെ മറിച്ച് നിങ്ങൾ ചിന്തിക്ക്. അച്യുതാനന്ദന്റെ സർക്കാർ പോയിട്ട് പിണറായി വിജയന്റെ സർക്കാർ വന്നപ്പോൾ ലീഗിന്റെ നേതാവ് കത്തയെ അനുമതിക്കുന്നത് കത്തേക്കുന്നതിൽ എന്ത് വേനയുള്ളത്? അച്യുതാനന്ദനാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പിണറായി വിജയനാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി.
ചെന്നിത്തലയുടെ ഒരു സർക്കാർ പോയിട്ട് ഇനി എന്താ പറയാ, മറ്റൊരാളുടെ സുധാകരന്റെ ഒരു സർക്കാർ വേറെ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങോട്ട് അനുമോദിക്കുന്ന എന്തിനാ? രണ്ടും സാധനം കോൺഗ്രസ്. എന്നാൽ ആദ്യമായി 1925 അധികാര കൈമാറ്റം നടന്ന ഉടനെ ഇത് നന്നായി, നമുക്ക് തൃപ്തിപ്പെട്ടു, നിങ്ങൾ നമുക്ക് പറ്റിയ രാജാവാണ്, നേതാവാണ്, ഞങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്നു, നമ്മൾ രണ്ടും ഒന്നാണ് എന്ന് പറഞ്ഞ് കത്തയച്ചത്, ആദ്യമായി കത്തയച്ചത് അബ്ദുൽ അസീസാണ്. വഹാബിയായ ബ്രിട്ടന്റെ പോറ്റുകുട്ടി. അതിന് കാരണമുണ്ട്, മറ്റും ബ്രിട്ടന്റെ പോറ്റുകുട്ടിയാണ്. ആര്? റസാ ഷാ പഹ്ലവി. ദീനിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അഹമ്മദ് ഷാനേക്കാൾ ദീനില്ലാത്ത ആളാണ് റസാ ഷാ. എന്താണെങ്കിലും ഷിയ അതുമാണല്ലോ പറയാ. ഒരു ഷിയായെ ഒരു മുസ്ലിമിന് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്തുകൊണ്ട്? അവര് രണ്ട് സംഘം മുസ്ലിം സമുദായത്തിനെ മുഖം വികൃതമാക്കി. ഒന്ന് ഷിയാക്കളും ഒന്ന് വഹാബികളും. ആദ്യത്തെ ഖവാരിജ്, രണ്ടാം ഖവാരിജ്. രണ്ടിന്റെ ലക്ഷ്യം എന്താ? രണ്ടിലെ ലക്ഷ്യം മുസ്ലിം ഉമ്മത്തിനെ നാണം കെടുത്തുക. രണ്ടിലെ ലക്ഷ്യം എന്താ? രാഷ്ട്രീയം. അല്ലാതെ അലി ഇബ്നു അബീ ത്വാലിബിനോട് സ്നേഹം ഉണ്ടായതല്ല റളിയല്ലാഹു അൻഹു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾക്ക് സ്നേഹമുണ്ടെങ്കിൽ അയാൾ എങ്ങനെയാണ് സിദ്ദീഖ് തങ്ങൾ വെറുക്കുക? റളിയല്ലാഹു അൻഹു. ഉറക്കെ പറ. റളിയല്ലാഹു അൻഹു. ഈ ഉമ്മത്ത് കണ്ട ഏറ്റവും വലിയ മഹാനല്ലേ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു. എങ്ങനെയാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ബാപ്പയല്ലേ സയ്യിദുനാ സിദ്ദീഖ്? ഹബീബാ നബിയെ കൊണ്ട് ആദ്യം വിശ്വസിച്ച ആളല്ലേ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എങ്ങനെ? ഷിയാക്കൾ ഒരു രാഷ്ട്രീയ കക്ഷിയാണ്, വഹാബികളും ഒരു രാഷ്ട്രീയ കക്ഷിയാണ്. രണ്ടും ഒരു നാണയത്തിന്റെ ഒരു വശം, രണ്ടു വശം, ഒറ്റ വശം. ഷിയാക്കളും വഹാബികളും കൂടെ മുസ്ലിം സമുദായത്തെ കഷ്ടപ്പെടുത്തിയ അത്രേ, ഇസ്ലാമിന്റെ മുഖം വികൃതമാക്കിയ അത്രേ ചരിത്രത്തിൽ ഒരാൾ ചെയ്തിട്ടില്ല. ഒരു സംഘവും ഒരു സമൂഹവും അവരെ മതത്തോട് ചെയ്തിട്ടില്ല. അത്രയും വലിയ മോശക്കാരാണ്. ഒരു രാഷ്ട്രീയ കക്ഷിയാണ് ഷിയ. അവർക്ക് യാതൊരു നേരുകേടും ഇല്ല, ഹക്കും ബാത്തിലും ഇല്ല. സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ, സയ്യിദുനാ ഉമർ ബിൻ ഖത്താബിനെ ആക്ഷേപിക്കുന്നവരാണ് അവര്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ ആക്ഷേപിക്കുന്നു റളിയല്ലാഹു അൻഹു. ഉറക്കെ പറ. റളിയല്ലാഹു അൻഹും. ദീനില്ലാത്ത അനവധി ആചാരങ്ങൾ കടത്തിക്കൂട്ടിയവരാണ് അവർ. അവരുടെ ലക്ഷ്യം, താല്പര്യം വേറെയാണ്. എന്താ താല്പര്യം? ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ റളിയല്ലാഹുവിന്റെ പേര് പറഞ്ഞ് മുതലെടുക്കുക. ഇവരുടെ വാപ്പമാരായിരുന്നു ഒരു കാലത്ത് മഹാനായ സയ്യിദ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തിയിട്ട് ചതിച്ചത്. ആര്? ഈ ഷിയാക്കളെ വാപ്പാര്. ഷിയാക്കളെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മജ്ലിസിൽ ഒരാൾ ചോദിച്ചു, ഈച്ചയുടെ കാലിൽ രക്തമുണ്ടായ, രക്തം വന്നിരുന്നു എൻ്റെ വസ്ത്രത്തിൽ പറ്റി, അതൊടുത്ത് നിസ്കരിക്കാൻ പറ്റുമോ? അപ്പോൾ സയ്യിദുനാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, അൻത മിമ്മൻ? ഈ എവിടുന്ന വരുന്നത്? മിനൽ ഇറാഖ്. ഞാൻ ഇറാഖിൽ നിന്ന് വരുന്നത്. അപ്പോൾ പറഞ്ഞ്, ഈച്ചയുടെ കാലിലുള്ള ചോരയെ പറ്റി എനിക്ക് ബേജാറാണ്. മുസ്തഫ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയുടെ ചോരയെ പറ്റി എനിക്ക് ബേജാറില്ല. ഈ ഷിയാക്കളുടെ ബാപ്പമാരാണ് സയ്യിദ് ഹുസൈൻ റളിയല്ലാഹു അൻഹു ചതിച്ചത്. പിന്നെ സയ്യിദ് ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെട്ടപ്പോൾ പിൽക്കാലത്ത് രാഷ്ട്രീയ അവസ്ഥയൊക്കെ മാറിയപ്പോൾ ആ പേര് പറഞ്ഞവർ രാഷ്ട്രീയ മുതലാളിമാരായി. അതാണ് ഷിയായിസം. ആകത്തുക പറഞ്ഞാൽ അതാണ് ഷിയായിസം. വളരെ ചിന്തിക്കണം. പരിശുദ്ധ ഇസ്ലാമിനെ വളരെ മോശമാക്കിയ ഈ രണ്ട് വിഭാഗവും നാണയത്തിന്റെ ഒരു വശമാണ്, രണ്ട് വശമല്ല. എങ്ങനെയാണ് ഒരു വഹാബി ഒരു ഷിയ രാജാവിനെ അനുമോദിക്കുക? അതെങ്ങനെയാ? പിന്നെന്താ കാരണം? ഇവർ രണ്ടാളും ഒരൊറ്റ പോയിന്റിന് വന്നതാണ്. ഇവരെ വാപ്പ ബ്രിട്ടനാണ്. 1925 മുതൽ റസാ ഷാ പഹ്ലവിയുടെ ഭരണം ഷിയാക്കൾക്കിടയിൽ ഉണ്ടായി. എല്ലാവിധ ബന്ധങ്ങളും സ്വാതന്ത്ര്യങ്ങളും എല്ലാ സഹകരണങ്ങളും എഴുത്തും കുത്തും ബന്ധവും എല്ലാം അന്ന് മുതൽ
അന്ന് മുതൽ കൃത്യമായി നടത്തിക്കൊണ്ടേയിരുന്നു 79 വരെ. പറഞ്ഞുതരാം. എന്താ രോഗം പഠിക്കണം. ജലദോഷം എന്ന് പറയുമ്പോഴത്തിന് നമ്മൾ കാലിന് നമ്മൾ മുട്ടിക്കുളങ്ങര എണ്ണിട്ട് കഴിഞ്ഞിട്ട് കാര്യമില്ല. അത് വേറെയാണ്. അത് മുട്ടിന് ഉളുക്കാവുമ്പോഴാണ് അതിൻ്റെ മരുന്നാവുക. ജലദോഷത്തിന് ഗുളിക വേറെയാണ്. മരുന്ന് ആദ്യം ചെയ്യണമെങ്കിൽ ആദ്യം ദീനം എന്താന്ന് മനസ്സിലാക്കണം. ഇവിടെ വിഷയം ഇതാണ്. ബ്രിട്ടന്റെ കുട്ടിയാണ് റസാ ഷാ പഹ്ലവി. ബ്രിട്ടന്റെ കുട്ടി തന്നെയാണ് അബ്ദുൽ അസീസ്. വഹാബിയും ഷിയയും രണ്ടും ഒന്നായി സഹകരിച്ചിട്ട് പോയി. 927 ഹിജാസിലെ ഷിയ എംബസിയിൽ പോയി സാക്ഷാൽ അബ്ദുൽ അസീസ് തന്നെ ഞങ്ങൾക്ക് എല്ലാവിധ സൗകര്യവും ഉണ്ട്, പക്ഷേ ഞങ്ങൾ ഒരു രാജ്യമായി ഇന്നും അംഗീകരിച്ചിട്ടില്ല. ഇന്നത്തെ UN പകരം അന്ന് ലീഗ് ഓഫ് നേഷൻസ് ആണ്. വളരെ ചിന്തിക്കണം. ഇന്നത്തെ UN പകരം അന്ന് 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഉണ്ടായ രാഷ്ട്ര സംഘടന ലീഗ് ഓഫ് നേഷൻസ് ആണ്. ലീഗ് ഓഫ് നേഷൻസിൽ സമ്മർദ്ദം ചെലുത്തി ലീഗ് ഓഫ് നേഷൻസ് ഞങ്ങൾക്ക് അംഗീകാരം തരണം, ഞങ്ങളൊരു രാജ്യമാകാൻ, അതിന് നിങ്ങളും സമ്മർദ്ദം ചെലുത്തണം എന്ന് പറഞ്ഞ് ഷിയാക്കളെ കൂടെ കൂട്ടി അബ്ദുൽ അസീസ്. അങ്ങനെ വഹാബികൾക്കൊരു രാജ്യം സ്ഥാപിച്ചു കൊടുക്കണമെന്ന് വാദിക്കുന്ന ആദ്യ കാലഘട്ടക്കാര് ആരാ? ഇറാൻ ഷിയാക്കൾ, പഹ്ലവികൾ, ഷിയാ തന്ത്രജ്ഞന്മാര്. അവര് ബ്രിട്ടനുമായും അമേരിക്കയുമായും ഫ്രാൻസുമായും എന്ന് മാത്രമല്ല ലീഗ് ഓഫ് നേഷൻസിന്റെ മറ്റു നയതന്ത്ര ബന്ധങ്ങളുമെല്ലാം ഉപയോഗപ്പെടുത്തി കണ്ണായ കീ പോയിന്റുകളിലെല്ലാം പറഞ്ഞു, എന്റെ അബ്ദുൽ അസീസിന്റെ കീഴിൽ വഹാബികൾക്കൊരു രാജ്യം സ്ഥാപിച്ചു കൊടുക്കണം. അവരും സമ്മർദ്ദം ചെലുത്തി. എല്ലാവരുടെയും സമ്മർദ്ദം, ഷിയാക്കളും വഹാബികളും മറ്റുള്ളവരും ഒന്നിച്ച് സമ്മർദ്ദം ചെലുത്തിയ കാരണത്താൽ 1932 ആദ്യത്തെ മൂത്ത വഹാബിയുടെ പേരിൽ ഒരു രാജ്യം സ്ഥാപിക്കാൻ ലീഗ് ഓഫ് നേഷൻസ് സമ്മതിച്ചു. അതാണ് അൽ മംലക്കത്തുൽ അറബിയത്തു സഊദിയ. ഇതിനെ എല്ലാ ഒത്താശയും ചെയ്തത് സാക്ഷാൽ ഷിയാക്കളാണ്. നിഷേധിക്കാൻ കഴിയോ? ഷിയാക്കൾ ഒത്താശയോട് കൂടിയ വലിയ സൗഹൃദത്തിലായിരുന്നു. ഒരു തറവാട്ടിലാ. ഒന്നും ബ്രിട്ടന്റെ തറവാട്ടെന്ന് വന്ന് ബ്രിട്ടന് മക്കത്തെയും മദീനത്തെയും സൂര്യൻ അസ്തമിച്ചാലും ബ്രിട്ടന്റെ സൂര്യൻ അസ്തമിക്കൂല എന്നായിരുന്നു ഇവരൊക്കെ പറഞ്ഞു വരുത്തിയിരുന്നത് അക്കാലത്ത്. ഒരു കാര്യം കൂടി ഞാൻ ഇടയ്ക്ക് പറയാം, എന്റെ ഇടയ്ക്ക് വിട്ടുപോയന. 1925 ഷാ പഹ്ലവി, റസാ ഷാ പഹ്ലവി അധികാരത്തിൽ വന്ന സമയത്ത് 25 ഇവർ ജിദ്ദ പിടിച്ചടക്കാൻ വേണ്ടി വഹാബികൾ യുദ്ധം ചെയ്യാൻ അനുമോദിച്ച് കത്തയച്ചു. കത്ത് കിട്ടിയപ്പോൾ റസാ ഷാ പഹ്ലവി തിരിച്ചയച്ചു, നിങ്ങൾ അനുമോദക്കാരനെ കത്ത് ഞങ്ങൾക്ക് കിട്ടി, സന്തോഷിക്കുന്നു. എന്നാൽ ജിദ്ദ പിടിച്ചടക്കാൻ ഞങ്ങൾ സൈനിക സഹായം വേണമെങ്കിൽ ചെയ്യാം. ജിദ്ദയിൽ ആരാ ഭരിക്കണ്? ഹുസൈൻ ബിൻ അലിയാ. ഹുസൈൻ ബിൻ അലി സുന്നിയ. എന്നെ സഹായിക്കാമെന്ന് റസാ ഷാ പഹ്ലവി സമ്മതിച്ചു. പക്ഷേ ഹുസൈൻ ബിൻ അലിക്ക് അന്ന് കഴുത്തൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ബ്രിട്ടൻ അന്ന് സഹായിച്ചത് ഹുസൈൻ ബിൻ അലിയെ അല്ല, ആരെയാണ്? അബ്ദുൽ അസീസ് വഹാബിയെയാണ്. അതുകൊണ്ട് ഇവർ ജയിച്ചു. ഷിയാ സൈന്യം വരേണ്ടി വന്നില്ല. പക്ഷെ ചരിത്രത്തിൽ ഒരുപാട് സ്ഥലത്ത് ഷിയാ സൈന്യം വഹാബികളെ സഹായിച്ച് ഭായി ആയിട്ടുണ്ട്. എത്രയും അവർ ഒരുമിച്ച് ചായ കുടിക്കുകയും ഒരുമിച്ച് അവരുടെ പ്രധാനപ്പെട്ട ഓഫീസുകളും അവരുടെ സ്ഥാപനങ്ങളും കളിക്കളങ്ങളും യാത്രകളും എല്ലാം ഒരുമിച്ചായ അനവധി സംഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കും. ചിന്തിക്കണം. അതിനുശേഷം ആണ് 27 ജിദ്ദയും കൂടി പിടിച്ചടക്കി ഹിജാസ് ഏകദേശം നമ്മളെ കയ്യിലായപ്പോൾ ഇനി രാജ്യത്തിന് ഒരു അംഗീകാരം കിട്ടണം, അത് സമ്മർദ്ദം ചെലുത്തണം. ഷിയാക്കളും സമ്മർദ്ദം ചെലുത്തി. എല്ലാ സമ്മർദ്ദ പ്രകാരവും 1932 ലീഗ് ഓഫ് നേഷൻസ് ഇവരെ ഒരു രാജ്യമായി അംഗീകരിച്ചു. ഇക്കാലത്ത് സൗദിയയിൽ ഇങ്ങോട്ട് നോക്കൂ,
1932 കണക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 1919 അതിനേക്കാൾ കുറവാണ്. 1932 അൽ മംലക്കത്തുൽ അറബിയത്തു സഊദിയ എന്ന പുതിയ വഹാബി രാജ്യം വരുമ്പോൾ വഹാബി അഖീദയിലുള്ളത് ആകെ ഹിജാസിൽ 8%. പിന്നെ അങ്ങോട്ട് പണിയെടുത്തു 21 കൊല്ലം. എന്താ അബ്ദുൽ അസീസ് ഷിയാക്കൾ അതിന് എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞോ ആ നിലക്കൊക്കെ സഹായിച്ചു. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു. എന്തൊക്കെ ചെയ്തത്? സുന്നി മദ്രസകളൊക്കെ പൂട്ടി. ആര്? അബ്ദുൽ അസീസ്. എല്ലാ സുന്നി മദ്രസകളും പൂട്ടി. ഇങ്ങനെയുണ്ടോ ഒരു ക്രൂരത? ഉണ്ടോ? ബഹുഭൂരിപക്ഷം ഹിന്ദുക്കൾ ഭരിക്കുന്ന നാടാണ്, ഉള്ള നാടാണ്. ബഹുഭൂരിപക്ഷം ഹിന്ദുക്കൾ ഉള്ള നാടാണ് ഇന്ത്യ. നമ്മൾ ഇവിടെ നിന്ന് കാര്യം പറയാം. ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളുള്ള നാടാണ് ഇന്ത്യ. ഭരണതലത്തിൽ സെൻട്രൽ സർക്കാരിനെ നോക്കിയാലും സംസ്ഥാന സർക്കാരുകളെ നോക്കിയാലും ഏകദേശമെല്ലാം കൂടുതൽ ഹിന്ദു ഭരണാധികാരികളാണ്. പക്ഷേ ഇന്ന് വരെ ഇസ്ലാം പഠിപ്പിക്കുന്നവരും ഇസ്ലാം പഠിപ്പിക്കാൻ പാടില്ല എന്നൊരു നയം ഇന്ന് വരെ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടില്ല. 932 മുതൽ എന്ത് ചെയ്തു? സുന്നി സിലബസ് ഉള്ള മദ്രസകൾ പൂട്ടി. ഇന്ന് വഹാബി രാജ്യത്തെ ഒരു സുന്നി ദർസ് ഇല്ല. നിങ്ങളെക്കാൾ എടാ ഒരു ക്രൂരനും ഇല്ല. ഇങ്ങനുണ്ടോ ഒരു നാട്? അവർക്കൊരു അധിക അംഗീകാരം കൊടുക്കണ്ടേ? 92% 932 92% സുന്നികളുണ്ടാകും ആ നാട്ടിൽ. പക്ഷേ സുന്നി ദർസുകളൊക്കെ പൂട്ടി. എതിർത്ത സുന്നി ആലിമീങ്ങളെ ആയിരക്കണക്കിന് കൊന്നു.